الحمد لله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على خير خلقه سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم اجعل خطبتي خطبة مؤثرة في قلبي وفي قلوب الناس يا أرحم الراحمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلال شداد لا يعصون الله ما أمرهم لا يعصون الله ما
أمرهم ويفعلون ما يؤمرون. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നടയറ അൽ ഇഹ്സാൻ യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു ദീനീ വിജ്ഞാനത്തിന്റെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനാദർവകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ദീർഘകാല സതീർത്ഥ്യനും സഹപാഠിയും കാട്ടുപുതുശ്ശേരി മുസ്ലിം ജുമാ മസ്ജിദിലെ സമാദരണീയനായ ഇമാമുമായ മൗലവി ഹാഫിൽ മുഹമ്മദ് ഇർഷാദ് മന്നാനി അവറുകൾ, വിനീതനെ ശ്രവിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ അറിഞ്ഞുകൊണ്ട് തൗഹീദിനെ മുറുകെ പിടിച്ചും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ടും മുബാറക്കായ ദഅവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ജിഹാദിന്റെ പടധ്വനികളോടെ ഒരു സമരോത്സവ ജീവിതത്തിന് സജ്ജരായിക്കൊണ്ട് ഇസ്ലാമിന്റെ കർമ്മ സരണിയിലേക്ക് കർമ്മോത്സുകരായി കടന്നു വരേണ്ടുന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, കൊച്ചനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, സ്നേഹം നിറഞ്ഞ സംഘാടകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി ഈ നിമിഷം വരെയും സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങളും കാരുണ്യവാനായ തമ്പുരാൻ അവന്റെ അപാരമായ കരുണ കൊണ്ട് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് മണ്ണറകളിൽ കഴിയുന്ന നമ്മുടെ മുൻഗാമികൾ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ എല്ലാ വിശ്വാസിനികൾക്കും പടച്ചവൻ അവന്റെ മഗ്ഫിറത്തും മർഹമത്തും കനിഞ്ഞരുളുകയും ആ ഖബറിടങ്ങളെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നാം നേരിടുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങളെയും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് നിരപരാധികളായി പീഡനങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടച്ചതമ്പുരാൻ എത്രയും എളുപ്പത്തിൽ മോചനം നൽകുമാറാകട്ടെ. അവരുടെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ പടച്ചവൻ നമ്മെ പങ്കാളികളാക്കുകയും ആ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായും സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം കരുതി ഇഖ്ലാസോടെ ആഫിയത്തോടെ സംസാരിക്കുവാൻ ഈ വിനീതനും കേൾക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിലുപരി പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ഹൃദയവിശാലതയോടെ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും
പരിവർത്തനമുണ്ടാക്കുവാനും പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോ രാജ്യങ്ങളിലും രാഷ്ട്രങ്ങളിലും ആ രാജ്യത്തിന്റെ നിയമ നിർവഹണത്തിന് സഹായകരമാകുന്നതിനും രാജ്യ സുരക്ഷയ്ക്കുമായി പട്ടാള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പട്ടാള സംവിധാനങ്ങൾ കൊണ്ട് രാജ്യത്ത് നടപ്പാക്കേണ്ടുന്ന നിയമങ്ങൾ നിയമപാലകരെന്നറിയപ്പെടുന്ന പട്ടാള പോലീസ് സംവിധാനങ്ങളിലൂടെ സുഗമമായി നടത്തപ്പെടുക എന്നതാണ് പരമപ്രധാന ലക്ഷ്യം. മറ്റൊന്ന്, രാജ്യത്തുള്ള ഓരോ പൗരന്മാരെയും അക്രമങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുസൂക്ഷിക്കുക എന്ന അതിമഹത്തായ ഉത്തരവാദിത്വവും നിർവഹിക്കേണ്ടുന്നത് അതാത് രാഷ്ട്രങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലുള്ള പട്ടാള പോലീസ് സംവിധാനങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം ഉള്ളത്. ലോകത്തോരോ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷതയ്ക്കും നിയമ നിർവഹണത്തിനുമായി പട്ടാള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആഗോള ലോകാടിസ്ഥാനത്തിൽ മുൻപന്തിയിലുള്ള പട്ടാള സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തങ്ങളുടെ രാജ്യത്തിന്റെ വരുമാനങ്ങളിൽ നിന്ന് നികുതി പണത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം പട്ടാള സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് ഞാനും നിങ്ങളും അധിവസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം. ഈ ലോകത്തുള്ള പ്രധാനപ്പെട്ട പട്ടാള സംവിധാനങ്ങളിൽ ഏറ്റവും നല്ല പട്ടാള സംവിധാനമെന്ന് സംശയലേശമെന്നെ പറയാൻ സാധിക്കത്തക്ക രീതിയിൽ ഒരുപാട് സജ്ജീകരണങ്ങളുമായി ആയുധങ്ങളുമായി സൗകര്യങ്ങളുമായി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. രാജ്യത്തെ പൗരന്മാരെ കാത്തു സൂക്ഷിക്കുവാനും രാജ്യത്ത് നിയമനിർവഹണം എളുപ്പമാക്കപ്പെടുവാനും വേണ്ടി. എന്നാൽ 1984 ഒക്ടോബർ 31 ഇന്ത്യ രാജ്യത്തിന്റെ 4ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 ഡൽഹിയിലുള്ള തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി രാവിലെ 9:20 തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാജ്യത്തെ പരമോന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടാള സംഘങ്ങൾ ആയുധങ്ങളുമേന്തി അണിയണിയായി നിരന്നു നിൽക്കുകയാണ്. ഒരീച്ചയ്ക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങൾക്ക് നടുവിലൂടെ ദൈവവിധിയല്ലാതെ മറ്റൊന്നും ഭയപ്പെടേണ്ടെന്ന ആവശ്യങ്ങളില്ലാതെ ഒരു പോറൽ പോലും പുറത്തു നിന്ന് തനിക്ക് കേൾക്കേണ്ടി വരില്ല എന്ന ധൈര്യത്തോടുകൂടി ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരായ പട്ടാളക്കാരുടെ നടുവിലൂടെ കടന്നു വരുമ്പോൾ പെട്ടെന്നതാ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തേക്ക് തുരുതുരാ വെടിയുതിർക്കപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ശരീരം പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഏകദേശം 32 ബുള്ളറ്റുകളാണ് ആ ശരീരത്തിനുള്ളിലേക്ക് കടന്നത്. അതിൽ 23 ശരീരത്തിന്റെ ഒരു ഭാഗം തുളച്ച് മറുഭാഗത്തോടുകൂടി പുറത്തു വന്നു എന്നാണ്. അത്രത്തോളം ക്രൂരമായ രീതിയിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. നാം ഒന്നറിയുക, തന്റെ അംഗരക്ഷകന്മാരുടെ നടുവിലൂടെ പട്ടാള സംവിധാനത്തിലൂടെ ആരെയും ഭയപ്പെടാതെ കടന്നു വന്നിരുന്ന ലോകത്തെ ഏറ്റവും വലിയ പട്ടാള സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ 4ാമത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പട്ടാള സംവിധാനത്തിന് നടുവിലൂടെ കടന്നു വരുമ്പോൾ ആരാണ് ഇന്ദിരാഗാന്ധിയെ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്? ശത്രു രാഷ്ട്രത്തിലുള്ള അക്രമകാരികളെ കടന്നു വന്ന് വെടിയുതിർത്തതല്ല.
അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു വീണതല്ല, പിന്നെയോ ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷ ഏതൊരു പട്ടാള സംവിധാനത്തെയാണോ ഏൽപ്പിച്ചിരുന്നത്, ആ പട്ടാള സംവിധാനത്തിൽ നിന്നും സത്വന്ത് സിംഗ് എന്ന പേരുള്ള ഒരു പട്ടാളക്കാരനും അയാളുടെ കൂട്ടുകാരനും ചേർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സിഖ് വിഭാഗക്കാർക്കെതിരെ അമൃത്സറിൽ ഉൾപ്പെടെ നടത്തപ്പെട്ടിരുന്നതായ അതിഭയങ്കരമായ പട്ടാള നടപടിയിൽ മനം നൊന്തിട്ട് അംഗരക്ഷകരായ പട്ടാളക്കാർ തന്നെ, അഥവാ നിയമനിർവഹണം നടത്തേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്നത് അതെ ദുനിയാവിലെ പട്ടാളത്തിന്റെ അവസ്ഥയാണ്. നിയമനിർവഹണം നടത്തേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്ന കാഴ്ചകൾ നമുക്കറിയാം. ഇതേപോലെ എത്രയോ സംഭവങ്ങളാണ്. തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ നമുക്കറിയാം, പർവേസ് മുഷറഫ് എന്ന പട്ടാള മേധാവി അധികാരം പിടിച്ചെടുക്കാൻ രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കേണ്ടുന്ന പട്ടാള മേധാവി ജനാധിപത്യത്തിലൂടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നതായ ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചു വാങ്ങിയ സംഭവം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഏറ്റവും അവസാനം ആഗോള ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹം വേദനയോടുകൂടി ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈജിപ്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഏറെ നാളുകൾക്ക് ശേഷം ജനാധിപത്യപരമായി ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസിയുടേതായ ഒരു സർക്കാരിനെ, ഒരു ഗവൺമെന്റിനെ ബഷാറിന്റെ നേതൃത്വത്തിലുള്ള പട്ടാള സംവിധാനങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആയിരക്കണക്കിന് നിരപരാധികളെ കൊലപ്പെടുത്തി നേതാക്കന്മാരെ തൂക്കുകയറിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കേണ്ടുന്ന പട്ടാള സംവിധാനം തന്നെ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതായ അപകടകരമായ അവസ്ഥകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കുക, നിയമനിർവഹണം നടത്തേണ്ടുന്നവർ തന്നെ നിയമലംഘനം നടത്തുന്ന ഒരവസ്ഥാവിശേഷം ഈ ലോകത്തുള്ള പട്ടാള സംവിധാനങ്ങളിൽ നാം കാണുന്നുണ്ടോ എങ്കിൽ അവിടെയാണ് നാം തിരിച്ചറിയേണ്ടുന്നത്. എങ്കിൽ അള്ളാഹുവിന്റെ പട്ടാളക്കാർ എങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, മേലാളന്മാരുടെ കൽപ്പനകളെ പരിപൂർണമായും അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് പരിപൂർണമായും നീതി നിർവഹണത്തോടുകൂടി രാജ്യത്തെ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന പട്ടാളക്കാർ തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അനുസരണക്കേട് കാട്ടി അക്രമങ്ങൾക്കും കലാപങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൂട്ടുനിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാന്റെ പട്ടാള സംവിധാനത്തെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാരെ പരിചയപ്പെടുത്തുകയാ. ദുനിയാവിലെ പട്ടാള സംവിധാനം നിയമലംഘനം നടത്തുന്നവരാണെങ്കിൽ, ദുനിയാവിലെ പട്ടാള സംവിധാനം കൊലപാതകങ്ങളെ നടത്തുന്നവരാണെങ്കിൽ, രാജ്യത്തിൽ സുരക്ഷിതാവസ്ഥ മാറ്റിയിട്ട് അരക്ഷിതാവസ്ഥ കൊണ്ടുവരുന്നവരാണെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പടച്ചവന്റെ പട്ടാളത്തെ പറ്റി അറിയുമോ? അല്ലാഹു പറയുകയാണ്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആകാശഭൂമികൾ നിറയെ പട്ടാളക്കാരുണ്ട്. പടച്ച തമ്പുരാന്റെ പട്ടാള സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു അതിർത്തികൾക്കുള്ളിൽ നിർത്തപ്പെടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പട്ടാള സംവിധാനങ്ങൾ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ ഒതുക്കപ്പെടുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പട്ടാള സംവിധാനങ്ങൾ വാനലോകത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഒതുക്കപ്പെടുന്നില്ലല്ലോ. അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ പട്ടാള സംവിധാനം. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ പടച്ചവന്റെ പട്ടാളമില്ലേ, അല്ലാഹു ആ പട്ടാളത്തെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസ സമൂഹമേ, അല്ലാഹുവിനെ വിശ്വസിച്ചവരെ, പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചവരെ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചവരെ, നാളെ പടച്ചവന്റെ
കോടതിയിലെ കണക്കെടുപ്പിൽ വിശ്വസിച്ചവരെ, സ്വർഗത്തിൽ വിശ്വസിച്ചവരെ, നരകത്തിൽ വിശ്വസിച്ചവരെ, അല്ലാഹു ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസി ലോകത്തെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ശരീരത്തെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളുക. കാരണം എന്താ? വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. അല്ലാഹു പറയുകയാ, അതേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെയും കൂട്ടുകുടുംബാദികളുടെയും ശരീരത്തെ സൂക്ഷിച്ചു കൊള്ളണേ. കാരണം വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, കാരണം നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് പാറക്കല്ലുകളാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്ന നരകത്തിലെ ഇന്ധനം അതേ പാറക്കല്ലുകളെയും മനുഷ്യരെയും കൂട്ടം കൂട്ടമായി കത്തിക്കപ്പെടുന്നതായ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. എന്നിട്ടല്ല പറയുന്നു, അലൈഹാ, ആ നരകത്തിലെ പടച്ചവന്റെ പട്ടാളത്തെ അല്ല ചുമതലയേൽപ്പിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പട്ടാളത്തെ പടച്ച തമ്പുരാന് പരിചയപ്പെടുത്തുന്ന ആരാ? അല്ലാഹുവിന്റെ പട്ടാളം. അതേ ആകാശഭൂമികളും മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ, യാതൊരു അതിർത്തികൾക്കുള്ളിലും ഒതുക്കാൻ കഴിയാത്തതായ അല്ലാഹുവിന്റെ പട്ടാളത്തെ അല്ല പരിചയപ്പെടുത്തുന്നു. അലൈഹാ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളായ പട്ടാളമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാലാഖമാരായ പട്ടാളമില്ലേ. എന്നിട്ട് ആ പട്ടാളത്തെ അല്ല പരിചയപ്പെടുത്തുകയാ. അവരെങ്ങനെയുള്ളവരാ? കടുകടുത്ത സ്വഭാവമുള്ളവരാ പടച്ചവന്റെ പട്ടാളക്കാർ. അതേ കഠിനമായ സ്വഭാവമുള്ളവരാ, അതിഭയങ്കരമായ ശക്തന്മാരാ, ശക്തിയുള്ളവരായ പടച്ചവന്റെ പട്ടാളത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. പടച്ചതമ്പുരാൻ നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നിയമമനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരായ എന്നോടും നിങ്ങളോടും പറയുകയാ, അല്ലാഹുവിന്റെ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. അതോടൊപ്പം പടച്ചവന്റെ പട്ടാളമായ മാലാഖമാരെയും സൂക്ഷിച്ചു കൊള്ളുക, മാലാഖമാരെയും ഭയപ്പെട്ടു കൊള്ളുക. അവരെങ്ങനെയുള്ളവരാണ്? ഹിലാലുൻ ശിദാദ്, അവർ ഭയങ്കരന്മാരായ പട്ടാളക്കാരാ, കടുകടുത്ത സ്വഭാവമുള്ള പട്ടാളക്കാരാ, നീതി നിർവഹണത്തിൽ അണുകിട വിട്ട് വീഴ്ചയില്ലാത്ത പട്ടാളക്കാരാ, സദാസമയത്തും നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പട്ടാളക്കാരാ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതേ നിയമനിർമ്മാണം നടപ്പിൽ വരുത്തിയ രാജാതിരാജനായ തമ്പുരാനില്ലേ, ആ പടച്ച തമ്പുരാൻ ഏതൊക്കെ കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചുവോ ആ കാര്യങ്ങളിലൊന്നും അനുസരണക്കേട് കാട്ടാതെ അതേ പരിപൂർണമായും പടച്ചവനെ അനുസരിച്ചുകൊണ്ട്, പരിപൂർണമായും പടച്ചവനെ അംഗീകരിച്ചുകൊണ്ട്, ഒരിക്കൽ പോലും നിയമലംഘനം നടത്താത്ത അല്ലാഹുവിന്റെ പട്ടാളത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. വിശുദ്ധ ഖുർആനെയും നിങ്ങളെയും പറഞ്ഞു ഭയപ്പെടുത്തുകയാ. അതേ നിയമലംഘനം നടത്താത്ത പട്ടാളക്കാരുണ്ട്, പടച്ചതമ്പുരാന്റെ വാക്കുകൾ ലംഘിക്കാത്ത പട്ടാളക്കാരുണ്ട്. ഏതെന്നാണോ അവരോട് നിർദ്ദേശിക്കപ്പെട്ടത് അതെല്ലാം കൃത്യമായി നടപ്പിൽ വരുത്തുന്ന പട്ടാളക്കാരുണ്ട്. ആ പട്ടാള സംവിധാനത്തെ നിങ്ങളെ ഭയപ്പെട്ടുകൊള്ളണേ. അല്ലാഹുവിന്റെ ഖുർആനെയും നിങ്ങളെയും പരിചയപ്പെടുത്തുകയാ പടച്ചവന്റെ പട്ടാളം. അല്ലാഹുവിന്റെ പട്ടാളത്തെ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അവരെങ്ങനെയുള്ളവരാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുവാദമില്ലാതെ ഒരു പ്രദേശത്തേക്കും കടന്നു ചെല്ലാത്ത പട്ടാളക്കാര്, അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഒരിടത്തേക്കും ഇറങ്ങിച്ചെല്ലാത്ത പട്ടാളക്കാര്, പരിപൂർണമായും കൽപ്പനകളെ അംഗീകരിക്കുന്ന പട്ടാളക്കാര്, ആ പട്ടാളക്കാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. ഖുർആൻ പറഞ്ഞില്ലതേ അതേ സൗന്ദര്യത്തിനുടമകളായതോ മല്ലരിൻ ജമീൽ,
സൗന്ദര്യത്തിനുടമകളായ കണ്ടാൽ ആകർഷണീയമായ കോലത്തിലുള്ള പട്ടാളക്കാരില്ലേ, ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ. അല്ല പറയുന്നു, ആ പട്ടാളക്കാരുടെ യൂണിഫോം നിങ്ങൾക്കറിയുമോ? ഉലി അജ്നിഹത്തിന് പടച്ചവന്റെ പട്ടാളമുണ്ടല്ലോ, അത് ചിറകുകളുള്ള പട്ടാളക്കാരാ. അല്ല അവർക്ക് ചിറക് കൊടുത്തിരിക്കുകയാ. എത്ര ചിറകുകളാ? ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ. 2, 3, 4 ചിറകുകളുള്ള പട്ടാളക്കാരാ. ആ പട്ടാളത്തിന്റെ മേധാവിയായ, ആ പട്ടാളത്തിന്റെ ലീഡറായ മഹാനായ മുഖറബുൽ അംലാഖ് മലക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രിയപ്പെട്ട പ്രവാചകന് പരിചയപ്പെടുത്തിയില്ലേ? 600 ചിറകുകളുള്ള ജിബ്രീൽ. ആ ജിബ്രീൽ എങ്ങാനും തന്റെ 600 ചിറകുകളിൽ നിന്ന് ഒരൊറ്റ ചിറകെങ്ങാനമെന്ന് നിവർത്തി കഴിഞ്ഞാൽ ആകാശഭൂമികളടക്കമുള്ള സർവ്വ അണ്ടകടാഹങ്ങളും 600 ചിറകുകളുള്ള ജിബ്രീലിന്റെ ഒറ്റ ചിറകിനുള്ളിൽ ഒതുക്കപ്പെടുമെങ്കിൽ അപ്രകാരം ചിറകുകൾ കൊടുത്തിട്ടുള്ള ശക്തന്മാരായ മല്ലന്മാരായ അതേ നിയമ നിർവഹണത്തിൽ അണുകിട വിട്ടുവീഴ്ചയില്ലാത്ത പടച്ചവന്റെ പട്ടാളത്തെ നിങ്ങൾ അറിയണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പട്ടാളത്തെ പരിചയപ്പെടുത്തുക. പടച്ചതമ്പുരാന്റെ പട്ടാളം, പരിപൂർണമായും അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുന്നവർ, അതേ നിയമനിർവഹണം നടത്തുന്നവർ, നിയമലംഘനം നടത്താത്തവർ, അല്ലെ, നിയമലംഘനം നടത്താത്തവർ, കൽപ്പനകളെ പരിപൂർണമായി അംഗീകരിക്കുന്നവർ എന്ന് മാത്രമല്ല, ദുനിയാവിലെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യത്തും എത്ര പട്ടാളക്കാരുണ്ടെന്ന് കൃത്യമായ കണക്ക് നമുക്കെടുക്കാൻ സാധ്യമാകും. അതിനെ അറിയാൻ ഒരുപാട് സോഴ്സുകൾ, മാർഗങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് എത്ര പട്ടാളങ്ങളുണ്ടെന്ന് പ്രതിരോധ മന്ത്രിയോട് ചോദിച്ചാൽ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടും. കേരള സംസ്ഥാനത്ത് എത്ര പോലീസുകാരുണ്ടെന്ന് ചോദിച്ചാൽ 42,000-ത്തിലധികം പോലീസുകാരുണ്ടെന്ന് ഈ സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നാവിൽ നിന്ന് നമുക്ക് മറുപടി കിട്ടും. ഈ രാജ്യത്ത് എത്ര പോലീസ് സ്റ്റേഷൻ, സംസ്ഥാനത്ത് എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 525ഓളം പോലീസ് സ്റ്റേഷനുകൾ ഉണ്ട് എന്ന മറുപടി നമുക്ക് കിട്ടും. എന്നാൽ ദുനിയാവിലുള്ള പട്ടാള പോലീസ് സംവിധാനങ്ങളിൽ എത്ര പേരുണ്ട് എന്ന് കൃത്യമായ അളവുകളും കണക്കുകളും നമുക്ക് കിട്ടുമ്പോഴും പടച്ചവന്റെ പട്ടാളത്തെ പറ്റി അല്ലാഹു പറയുന്നു, അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല എത്ര പട്ടാളക്കാരുണ്ടെന്ന്. എന്തിനാ അല്ലാഹ് ഇത് പറയുന്നത്? അല്ലാഹുവിന്റെ പട്ടാള സംവിധാനത്തിന്റെ ശക്തിയും വലിപ്പവും ഇങ്ങനെ പരിചയപ്പെടുത്തുക. ദുനിയാവിന്റെ പട്ടാളമല്ലല്ലോ, പടച്ചവന്റെ പട്ടാളം. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എത്ര പേരുണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്നു, ബൈത്തുൽ മഅമൂർ എന്ന വാനലോകത്തിന്റെ അനന്ത നിഗൂഢ രഹസ്യങ്ങൾക്കപ്പുറം ഒരു ലോകമുണ്ട്. ആ ബൈത്തുൽ മഅമൂർ, കഅബാലയത്തിന്റെ മുകളിൽ നേരെ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മഅമൂർ, ഒരു ദിവസം 70,000 മലക്കുകൾ അവിടെ വന്ന് നിസ്കരിക്കും, ഇബാദത്ത് ചെയ്യും, തവാഫ് ചെയ്യും. ഒരു ദിവസം 70,000. ഒരിക്കൽ വന്ന മലക്ക് പിന്നെ വരൂല. ഇങ്ങനെ കാലാകാലം നടത്തപ്പെടുന്നുണ്ടെങ്കിൽ എത്ര പേരായിരിക്കും? നമ്മൾ ചിന്തിച്ചൊക്കെ. അള്ളാഹുവിന്റെ പട്ടാള സംവിധാനമാ. നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യമാണോ? അല്ല, എന്നിട്ട് ആ പട്ടാളക്കാരെ ഇങ്ങനെ പരിചയപ്പെടുത്തുക. ഖിലാബുൻ ശിദാദ്, ശക്തന്മാരാണവർ, കഠിന കഠോര സ്വഭാവത്തിനുടമസ്ഥരാണവർ. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഈ പട്ടാളത്തേക്ക് ഓർത്തിട്ട് ഒരു ഭയപ്പാടുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ പട്ടാളമൊക്കെ അല്ലെ, ഈ ഒരു ദുനിയാവിലെ പട്ടാളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസ് എന്ന് പറയുമ്പോൾ അയാളൊരു പോലീസ്, ഒരു കടുകടുത്ത സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ ഒരു പോലീസുകാരനെ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന്റെ മുദ്രാവാക്യം പോലും മൃദുഭാവേ ധൃതകൃത്യേ, മൃദുല ഭാവത്തോടുകൂടി കൃത്യമായി ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ. മൃദുല ഭാഗത്തോട് അല്ലെ. ഇപ്പൊ പുതിയ നിയമം, നേരത്തെയൊക്കെ പോലീസുകാരൊക്കെ നമ്മൾ അങ്ങോട്ട് സാറേ എന്ന് വിളിക്കണമായിരുന്നു. ഇപ്പൊ നിയമമൊക്കെ മാറി, ഇപ്പൊ ഇങ്ങോട്ട് സാറേ. അതുകൊണ്ട് തെറി വിളിച്ചാലും സാറ് കുട്ടിയെ വിളിക്കുള്ളൂ. നിയമമൊക്കെ മാറിയില്ല. എന്താ? മൃദുഭാവേ ധൃതകൃത്യേ, മൃദുല ഭാവത്തോടുകൂടി പെരുമാറണമെന്നാ.
അതാണ് നിയമം. അങ്ങനെയാണ്. ദുനിയാവിലെ പോലീസിനെയോ പട്ടാളത്തെയോ കടുകടുത്തവരെന്ന് പരിചയപ്പെടുത്തുക, അള്ളാഹ് പരിചയപ്പെടുത്തുക. അള്ളാന്റെ പട്ടാളം അങ്ങനൊന്നും അല്ല കേട്ടോ. അള്ളാഹുവിന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പടച്ചോൻ പറയാ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പട്ടാള സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനുമൊക്കെ അതിഭയങ്കരമായ മഹത്വവും മൂല്യവും കൊടുക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഒരു സഹാബിയെ സംബന്ധിച്ച് ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാന യകൂനു ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ മൻസിലത്തി സാഹിബി ശുറത്തി അലാ അമീരിൻ. ഒരു പട്ടാള മേധാവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതായ ചീഫ് മാർഷലിനെ പോലെയായിരുന്നു ആ സഹാബി എന്ന്. കാരണം റസൂലുള്ളാഹി തങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു മേധാവിയും മേലുദ്യോഗസ്ഥനും തമ്മിലുള്ള ചർച്ചകളെ പോലെ ആയിരുന്നു. ഇസ്ലാമിൽ പട്ടാള പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പരിപൂർണമായി അംഗീകരിക്കുക എന്ന് മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പോലീസുകാരന്റെയും പട്ടാളക്കാരന്റെയും വിഷമങ്ങൾ അറിയാൻ പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം. നമ്മളും ചിന്തിച്ചു നോക്കെ, ഇന്നിപ്പോ എന്തെങ്കിലും ഒരു സമരം നടക്കുക തിരുവനന്തപുരത്ത്, പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരും. രണ്ട് രീതിയിലായിരിക്കും വാർത്തകൾ ഉണ്ടാകുന്നത്. ഒന്ന്, സമരക്കാർ അഴിഞ്ഞാടി പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു. ഇനി അഥവാ അങ്ങോട്ട് കയറി അടിച്ചാലോ പോലീസിന്റെ നരനായാട്ട്. എന്ത് ചെയ്താലും ചീത്തപ്പേര് അവർക്ക് തന്നെയാ. നമ്മൾ ചിന്തിച്ചു നോക്കണം, പോലീസ് മനുഷ്യരാണ്. അവരുമൊക്കെ മനുഷ്യരാണ്. മേലുദ്യോഗസ്ഥരുടെ കൽപ്പനകൾ അംഗീകരിച്ച് കൈകെട്ടി നോക്കി നിന്നാലും കുഴപ്പം, കയറി അടിച്ചാലും കുഴപ്പമാണ്. എങ്ങനെയായാലും കുഴപ്പമാണ്. ഒരൊറ്റ പത്രക്കാരനും പോലീസുകാരന് കിട്ടിയ കല്ലെറികളുടെ എണ്ണം നിരത്താൻ ഒരു പത്രവും തയ്യാറല്ല. പോലീസുകാരന് കിട്ടിയ അടികളുടെ എണ്ണം നിരത്താൻ ഒരു പത്രക്കാരനോ ഒരു വാർത്താ മാധ്യമങ്ങളോ തയ്യാറല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക, കുറെ നാളുകൾക്ക് മുമ്പ് ഒരു നിയമസഭാ കലാപം നടന്നല്ലോ അല്ലെ? LKG കുട്ടികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അടിയും കടിയും ചീത്തവിളിയും ലഡുവേറും ഒക്കെ ആയിട്ടൊരു നിയമസഭാ കലാപം. തൊട്ടടുത്ത ദിവസം പത്രത്തിൽ നമ്മൾ കണ്ട എന്താ? നിയമസഭയ്ക്കകത്ത് നേതാക്കന്മാരെ ഒതുക്കി, പുറത്ത് അനുയായികളെ ഒതുക്കി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മൾ കാണുന്ന എന്താ? ക്ഷീണിച്ചവശരായിക്കൊണ്ട് പോലീസുകാർ യൂണിഫോമിൽ ഫുട്പാത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കെ, ഇത് ഇവിടെ പോലീസുകാരുടെ വിഷമങ്ങൾ അറിയാൻ, അവിടെയാണ് ഇസ്ലാമിനെ നമ്മൾ അറിയേണ്ടുന്നത്. ലോകത്താദ്യമായ ഒരു പോലീസുകാരന്റെ പ്രശ്നം, അവന്റെ കുടുംബ പ്രശ്നം അറിഞ്ഞിട്ട് രാജ്യത്തിന്റെ നിയമം പോലും മാറ്റാൻ തീരുമാനമെടുത്തത് വിശുദ്ധ ദീനുൽ ഇസ്ലാമല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കെ, നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പോലും പ്രത്യേക അനുമോദനവും അവാർഡും കിട്ടി. എന്താ? ജനസമ്പർക്ക പരിപാടി എന്നൊരു പരിപാടി നടത്തും. നല്ല കാര്യമാണ്. പക്ഷേ ലോകത്താദ്യമായി ജനസമ്പർക്ക പരിപാടി നടത്തിയതാരാണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് ആ പ്രശ്നങ്ങൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യമായി കടന്നു വന്നതാരാ? മഹാനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലോകത്താദ്യമായി ജനസമ്പർക്ക പരിപാടി നടത്തിയ ഒരു ഭരണാധികാരി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാ അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ, രാത്രിയൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോഴും പോലീസുകാരിങ്ങനെ നൈറ്റ് പെട്രോളിംഗ് നടത്തുക. നൈറ്റ് പെട്രോളിംഗ് ഏത് കാലത്താ തുടങ്ങിയേ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടങ്ങിയ നൈറ്റ് പെട്രോളിംഗ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് രാത്രിയും നിയമപാലകർ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് റോന്തു ചുറ്റണം, പെട്രോളിംഗ് നടത്തണമെന്ന് ലോകത്ത് ആദ്യമായി നിയമം പാസാക്കിയത് ഉമർ റളിയല്ലാഹു. അത് പാസാക്കി ഓഫീസിൽ ഇരുന്നില്ല, ഉമർ റളിയല്ലാഹു ഇറങ്ങി കാണിച്ചു കൊടുത്തു. ചരിത്രമല്ലേ ഇതൊക്കെ? ഉമർ റളിയല്ലാഹു ഇങ്ങനെ നൈറ്റ് പെട്രോളിംഗ് നടത്തുമ്പോൾ ഒരു വീട്ടിനടുത്തോടെ പോകുമ്പോ പാതിരാത്രി ഒരു പെണ്ണിങ്ങനെ ഉറക്കം എണ്ണീറ്റ് പാട്ടുപാടുക. ഒരു പെണ്ണ് രാത്രി ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പാട്ടുപാടുകയാ. തന്റെ ഭർത്താവ് തന്നോടൊപ്പമുള്ള ഇല്ലാത്തതിന്റെ പേരിലുള്ള വിരഹവേദന അവൾ ഇങ്ങനെ കവിതയായിട്ട് പാടുക. റളിയല്ലാഹു സലാം പറഞ്ഞു. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ, നീ ഇപ്പൊ ഇരുന്നിങ്ങനെ പാട്ടുപാടുന്ന എന്തിനാ? നിന്റെ ഭർത്താവിനെ പറ്റിയിട്ടും ഭർത്താവ് നിന്നോടൊപ്പമില്ലാത്തതിന്റെ വിഷമത്തെ പറ്റിയും നീ ഇങ്ങനെ പാട്ടുപാടുന്ന എന്തിനാ? ആ പെണ്ണ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ ഭർത്താവ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പട്ടാള സേവനം ചെയ്യുന്ന ആളാണ്. മാസങ്ങളായി എന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് എന്റെ ഭർത്താവ് എന്നോടൊപ്പം ഇല്ല. ഞാനൊരു ചെറുപ്പക്കാരി യുവതിയാണ്, വികാര വിചാരങ്ങളുള്ളവളാണ്.
എന്റെ വികാര വിചാരങ്ങളെ ശമിപ്പിക്കാൻ എന്റെ ഭർത്താവില്ലാത്തതിന്റെ വിഷമം ഞാൻ പാതിരാത്രിയുടെ നിശബ്ദതയിൽ പാട്ടുപാടിയെങ്കിലും തീർക്കട്ടെ. അഥവാ ഞാനെങ്ങാണം മോശമായി ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ നാളെ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയണം. ആരാ? ഒരു പട്ടാളക്കാരന്റെ പോലീസുകാരന്റെ ഭാര്യയുടെ വിഷമമാണ്. എത്ര ഭരണാധികാരികൾ ഇതിന് ചെവി കൊടുക്കും? പാതിരാത്രി വീട്ടിൽ ചെന്ന് അന്വേഷിച്ചില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് പ്രിയമകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ, പൊന്നുമോളെ ഹഫ്സ, ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവ് ഒപ്പമില്ലാതെ എത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റും? 4 മാസം എന്ന് മറുപടി കിട്ടി. അതെ, ഉടൻ തന്നെ ഉമറുൽ ഫാറൂഖ് ഉത്തരവിറക്കിയില്ലേ, ഉമറിന്റെ ഭരണകാലത്ത് ഒരു പട്ടാളക്കാരനും പോലീസുകാരനും 4 മാസത്തിൽ കൂടുതൽ വീട്ടിൽ പോകാതെ സേവനം ചെയ്യേണ്ട ആവശ്യമില്ല. ലോകത്താദ്യമായി ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ വേദന അറിഞ്ഞ് നിയമം നടപ്പിലാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ അറിയണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തി സംരക്ഷണം നടത്തുന്ന ഓരോ പട്ടാളക്കാർക്കും അതിമഹത്തായ സംഭാവനകളാണ്, പ്രതിഫലങ്ങളല്ലേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഒരുപാട് പട്ടാള സേവനത്തിനും രാജ്യത്തിനെ കാത്തു സൂക്ഷിക്കാൻ കഷ്ടപ്പെടുന്നവർക്കുമൊക്കെയുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മളവരൊക്കെ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നുമൊക്കെ ഈ രാജ്യത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോ പൗരന്മാരെയും കാത്തു സൂക്ഷിക്കാൻ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് കാശ്മീരിന്റെ കാർഗിലിന്റെ മഞ്ഞുമലകളിൽ ആയുധങ്ങൾ ഏന്തിക്കൊണ്ട് മഞ്ഞു വീഴുന്നതായ തണുപ്പത്ത് പോലും വിറച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നതായ ധീരജവാന്മാരെ നമ്മൾ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയതായ സന്ദീപ് ഉണ്ണികൃഷ്ണനെ നമ്മൾ അംഗീകരിക്കുകയാ. ഈ രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയതായ ഹേമന്ത് കർക്കരെ നമ്മൾ അംഗീകരിക്കുകയാ. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, അൽഹംദുലില്ലാഹ്, ഇന്ത്യ രാജ്യത്തെ പോലീസ് സംവിധാനത്തിൽ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ് കേരള സംസ്ഥാനത്തിലെ പോലീസ്. കേരള പോലീസ് എത്രയോ പ്രമാദമായ കേസുകളാണ് ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചത്. ഏറ്റവും നല്ല പോലീസ് സംവിധാനം. പക്ഷേ പറയാതിരിക്കാൻ പറ്റൂല, ഈ ഒരു പോലീസ് സംവിധാനത്തിനെയും ഡിപ്പാർട്ട്മെന്റിനെയും പോലും കളങ്കപ്പെടുത്താൻ ചില ആളുകൾ ഉണ്ടാവും. കൈക്കൂലിയിലൂടെ കാര്യം നടത്തി കൊടുക്കുന്നവർ, ആർക്കൊക്കെയോ വേണ്ടി വിടുപണി നടത്തുന്നവർ, അപരാധികൾ സ്വച്ഛന്തം വിഹരിക്കുമ്പോഴും അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നിരപരാധികളെയൊക്കെ തീവ്രവാദികൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് കാരാഗൃഹത്തിന്റെ ഇരുമ്പടികൾക്കുള്ളിലിട്ട് പീഡിപ്പിക്കുന്നവർ, അവരുടെ മേൽ കരുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർ, അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, ലോകത്തിന്റെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ഓലപ്പടക്കം പൊട്ടിയാൽ പോലും ഇതൊന്ന് തലയിൽ കെട്ടിവെക്കാൻ ഒരു തൊപ്പി ധരിച്ച താടി വളർത്തിയ മുസ്ലിമിനെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ, അതേ ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും തെരുവോരങ്ങളിലൊക്കെ തങ്ങൾക്ക് സ്ഥാനക്കയറ്റങ്ങളും മെഡലുകളും മറ്റുമൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിരപരാധികളെ പിടിച്ചുകൊണ്ടുപോയി ഗൺ പോയിന്റിന്റെ മുന്നിൽ നിർത്തി ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് വ്യാജ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും സൃഷ്ടിച്ചെടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരാ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കളങ്കപ്പെടുത്തുന്നതും ചീത്തപ്പേര്. അതൊന്നും നമുക്ക് പറയാതിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഇസ്ലാം പട്ടാള പോലീസ് സംവിധാനങ്ങൾക്കും മഹത്വവും മാനവും മൂല്യവും നൽകുന്നുണ്ട്. പക്ഷേ ദുനിയാവിലെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം നിയമനിർവഹണം നടത്തേണ്ടുന്നവർ നിയമലംഘനം നടത്തുന്നു. അല്ലാഹ് പറയുന്നു, അള്ളാന്റെ പട്ടാളം അങ്ങനെയല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഞാനും നിങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം ഓരോ പൗരന്റെ പേരും പറഞ്ഞിരിക്കുന്നതായ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മുടെ ബാധ്യസ്ഥരാ. നമ്മുടെ മൗലികാവകാശങ്ങളെ കളങ്കപ്പെടുത്താതെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഞാനും നിങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടുന്നവരാ. അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു കുഴപ്പം സംഭവിച്ചാൽ ഉടൻ തന്നെ നിയമപാലകര് നമ്മളെ ഭയപ്പെടാറുണ്ടല്ലോ. ഒരു തെറ്റ് ചെയ്താൽ പോലീസിന്റെ കയ്യിൽ പെടുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാ. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ എനിക്ക് അറസ്റ്റ് വാറണ്ട് വരുമോ എന്ന് ഭയപ്പെട്ടു പോവുകയാ. എന്നാലൊന്ന് ചോദിച്ചു കൊള്ളട്ടെ മുസ്ലിമേ, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച പരിപാലിക്കുന്ന രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിന്റെ
അടിമയായി ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഓരോ നിയമങ്ങളും നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങളെ നിസാരമായി കാറ്റിൽ പുറത്തിയിട്ട് 21-ാം നൂറ്റാണ്ടിന്റെ കൊത്തെടുക്കൽ കാലിടർ വീണതുകൊണ്ട് അള്ളാഹുവിനെ വലിച്ചെറിയുന്ന മുസ്ലിമേ, നിസ്കാരമില്ലാത്ത മുസ്ലിമേ, പർദ്ദയില്ലാതെ ജീവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെയൊക്കെ നിസാരമായി നീ ലംഘിക്കുമ്പോഴും പടച്ചവന്റെ പട്ടാളത്തെ ഭയപ്പെടുന്നുണ്ടോ? ദുനിയാവിലെ പട്ടാളത്തെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ പട്ടാളത്തെ ഭയപ്പെടുന്നുണ്ടോ? നിയമലംഘനം നടത്തി ജീവിക്കുന്ന നിന്റെ അടുക്കലേക്ക് ഒരു ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാർ അറസ്റ്റ് വാറന്റുമായി കടന്നു വരില്ലേ? പൊന്നുമോനെ, നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പടച്ചവന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ അതേ അറസ്റ്റ് വാറന്റുമായി അള്ളാഹുവിന്റെ പട്ടാളം വരുമെന്നുള്ള ചിന്തയുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ ഹബീബേ, ഒന്ന് പറഞ്ഞു കൊടുക്കും നബിയേ, ഒന്ന് പറഞ്ഞു കൊടുക്കും നബിയേ, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. എന്റെ ഹബീബേ പറഞ്ഞു കൊടുക്കുക, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും. ഒരു ദിവസം മലക്കുൽ മൗത്ത് മരണമെന്ന അറസ്റ്റ് വാറന്റുമായി കടന്നു വരുന്നതാ, ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യുന്നതാ, ഓരോരുത്തരെയും പിടികൂടി കൊണ്ടുപോകുന്നതാ. ആ ഒരു ചിന്തയില്ലാതെ എന്നെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണേ. വിശുദ്ധ റമദാനിൽ മാത്രം പള്ളിയിൽ കയറിയിട്ട് റമദാൻ കഴിഞ്ഞപ്പോ നിസ്കാരം ഒഴിവാക്കിയ മുസ്ലിം ചെറുപ്പക്കാരാ. വിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതിയിട്ട് റമദാൻ കഴിഞ്ഞപ്പോ ഖുർആനെ എന്ന് മാറ്റിവെച്ച മുസ്ലിം ചെറുപ്പക്കാരാ. വിശുദ്ധ റമദാനിൽ തഖ്വയോടുകൂടി ജീവിച്ചിട്ട് റമദാൻ കഴിഞ്ഞപ്പോ തഖ്വയെന്ന് മാറ്റിവെച്ച മുസ്ലിം സമുദായമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റമദാനിൽ നിനക്ക് സീരിയൽ വേണ്ട, റമദാനിൽ നിനക്ക് സിനിമ വേണ്ട. എല്ലാ സമയത്തും കയ്യിലെ തസ്ബീഹായിരുന്നെങ്കിൽ, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് സ്വലാത്തും ദിക്റുകളുമായി ജീവിച്ചെങ്കിൽ, വിശുദ്ധ ഖുർആന് വേണ്ടി സമയം കൊടുത്തെങ്കിൽ, അന്ന് പടച്ചവന്റെ കൽപ്പനയനുസരിച്ചെങ്കിൽ, ആ റമദാനങ്ങ് കടന്നുപോയി കേവലം 2 ആഴ്ച കടന്ന ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ. ഇന്ന് പടച്ചവന്റെ നിയമം എത്ര പ്രാവശ്യം നമ്മൾ ലംഘിച്ചവരാ, അള്ളാഹുവിന്റെ നിയമത്തെ നമ്മൾ കാറ്റിൽ പറത്തിയവരാ. അങ്ങനെയുള്ള എന്നോടും നിങ്ങളോടും രാജാതിരാജനായ പടച്ചതമ്പുരാന് പറയുകയാ, ഹബീബേ പറഞ്ഞു കൊടുക്കൽ ഹബീബേ, യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വക്കില ബികും. ഒരു ദിവസം മരണവാറന്റുമായി അറസ്റ്റ് വാറന്റുമായി എന്റെ പട്ടാളക്കാരായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതാ. പിന്നെ നിനക്ക് രക്ഷയുണ്ടോ? പിന്നെ നിനക്കൊരു മടക്കയാത്രയുണ്ട്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പിന്നെ ഇതാ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാജാതിരാജനായ പടച്ചവന്റെ സമക്ഷത്തിൽ കൊണ്ടുപോകുന്നതാ. എനിക്കും നിങ്ങൾക്കും ചിന്തയുണ്ടോ? പടച്ചവന്റെ വാറണ്ട് വരുമെന്നുള്ള ചിന്തയുണ്ടോ? അള്ളാഹുവിന്റെ പട്ടാളക്കാര്, അറസ്റ്റ് വാറണ്ടുമായി വരുന്ന പട്ടാളക്കാര്, മഹാനായ ഖാബിദുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ വാറണ്ടുമായി വരുന്ന പടച്ചവന്റെ പട്ടാളം. ആ പട്ടാളത്തെ പറ്റിയുള്ള ചിന്തയുണ്ടോ? വാറണ്ട് വരുമെന്നുള്ള ചിന്തയുണ്ടോ? ചിന്തിച്ചു നോക്കണേ. എപ്പോ വേണമെങ്കിലും ആ വാറണ്ട് കടന്നു വരാമല്ലോ. അല്ലാഹു പറഞ്ഞില്ലേ, ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. എവിടെയായാലും മലക്കുൽ മൗത്ത് വാറണ്ടുമായി വരുന്നതാ. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കോട്ടക്കൊത്തളങ്ങളിൽ നീ പോയിരുന്നെന്ന് പറഞ്ഞാലും, അതേ പാർട്ടി ഓഫീസിന്റെ ഉള്ളിലേക്ക് നീ പോയിരുന്നെന്ന് പറഞ്ഞാലും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഉള്ളിലിരുന്നെന്ന് പറഞ്ഞാലും, യുദ്രിക്കുമുൽ മൗത്ത്
അതേ പടച്ചവന്റെ വാറണ്ടുമായി ഇസ്രായേൽ പിടികൂടുന്നതാ. ആർക്കാടാ വാറണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നിനക്കൊരു വാറണ്ട് വന്നാൽ പാർട്ടി ഓഫീസിൽ രക്ഷപ്പെടാൻ പറ്റുന്ന മോനെ. ഇന്ന് നിനക്കൊരു വാറണ്ട് വന്നാൽ എവിടെ പോയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്ന മോനെ. എന്നാൽ അല്ലാഹുവിന്റെ വാറണ്ടുമായി ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ എവിടെയാ പൊന്നുമോനെ രക്ഷപ്പെടാൻ പറ്റുന്നത്? ആരാ പൊന്നുമോനെ എന്നെ രക്ഷിക്കാനുള്ളത്? കേവലം 2 ദിവസം മുമ്പ് നാം അറിഞ്ഞതല്ലയോ, ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്മാരുടെയും മനസ്സിനെ വേദനപ്പെടുത്തിക്കൊണ്ട് അതേ ഇന്ത്യയുടെ മിസൈൽ വിമാനം എന്നറിയപ്പെട്ടതായ ബഹുമാന്യനായ APJ അബ്ദുൽ കലാം മരണപ്പെട്ടു പോയില്ലേ? രാജ്യമൊറ്റ നോക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ ആയിരക്കണക്കിന് ശാസ്ത്ര വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ വാക്കുകളും ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി രാജ്യം ഇങ്ങനെ കാതോർത്തിരിക്കുമ്പോഴും എല്ലാ സഹോദര സഹോദരി, ഇസ്രായേലിനൊരു രാഷ്ട്രപതിയുമില്ലല്ലോ, ഇസ്രായേലിനൊരു പ്രബന്ധവുമില്ലല്ലോ, ഇസ്രായേലിനൊരു ശാസ്ത്രജ്ഞനുമില്ലല്ലോ. അതല്ലേ പടച്ചവൻ പറഞ്ഞത്, ഐനമാ തകൂനൂ, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായാലും ഏതവസ്ഥയിലായാലും മരണം നിങ്ങളെ പിടികൂടുന്നതാ, വാറണ്ടുമായി ഇസ്രായേൽ വരുന്നതാ. അതൊന്ന് പറഞ്ഞു കൊടുക്കും എന്റെ പ്രിയപ്പെട്ട ഹബീബേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, നിങ്ങൾ എവിടായിരുന്നാലും എന്റെ വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളം വരൂല്ലേ? സംശയമുണ്ടോ? ഒരു ദിവസം വാറണ്ടുമായിട്ട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരില്ലേ? നമ്മൾ ചിന്തിച്ചൊക്കെ ഈ വാറണ്ടിനെ പറ്റിയുള്ള ചിന്തയുണ്ടോ? പടച്ചവന്റെ പട്ടാളം വരും. ദുനിയാവിൽ പേടിയാ നിയമലംഘനം നടത്തുമ്പോഴൊക്കെ അല്ലേ? ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുക, സുബൈയും കാര്യമൊന്നുമില്ല. 8 മണിയാകുമ്പോ കൂട്ടുകാരന്റെ ഫോൺ വന്നു. പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുത്ത് പറഞ്ഞ, അളിയാ പെട്ടെന്ന് നടയറയിലേക്ക് വരാൻ പറഞ്ഞു അല്ലേ? ഇവനിങ്ങനെ ചാടി എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ മുഖം പോലും കഴുകാതെ മുടിയൊക്കെ ഇങ്ങനെ ചീകി ഒതുക്കിയിട്ട് നിന്ന നിപ്പിൽ ഇങ്ങനെ ഓടിച്ചെന്ന് ബൈക്കിൽ കയറും. ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കയറി പറക്കുക. അന്നലെ പറഞ്ഞ പോലെ സൈലൻസറൊക്കെ കട്ട് ചെയ്ത് മുതല വാതർന്ന പോലെ ബൈക്കാപ്പം എല്ലാത്തിൻ്റെയും കയ്യിൽ. അതിന്റെ പുറത്തൊക്കെ കയറി ഇങ്ങനെ 100-ലിങ്ങനെ പറക്കുക അല്ലേ? മുട്ടിന് മേളിൽ നിൽക്കുന്ന നിക്കറും ഒക്കെ ഇട്ടേ അല്ലെ? ഫിനിച്ച പല്ലുപോലും തേച്ചിട്ടില്ല, ലൈസൻസും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ബുക്കും പേപ്പറും സ്ലേറ്റും പെൻസിലും ഒന്നും ഉണ്ടാവില്ല. ഇവ ഇതിലിങ്ങനെ പറക്കുക. ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ തൊട്ടടുത്ത് 2-3 കാക്കി കുപ്പായങ്ങൾ ഇങ്ങനെ കാണും. ചിലപ്പോ വല്ല മുനിസിപ്പാലിറ്റി ജീവനക്കാരും ഓട ക്ലീനാക്കാൻ വന്നതായിരിക്കും. ഈ കാക്കി കളറിങ്ങനെ കണ്ടാൽ മതി, അപ്പ നിൽക്കും അവിടെ. എന്താ? ആ നിറം കാണുമ്പോഴേ ഒരു പേടിയാ, ഞാൻ പിടിക്കപ്പെട്ടാലോ അല്ലേ? ഞാൻ പിടിക്കപ്പെട്ടാലോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഓരോ വക്കത്തെ നിസ്കാരത്തിലും പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോഴും കടകമ്പോളങ്ങളിലും കടത്തിണ്ണകളിലും കലുങ്ങുകളിലും കളിക്കളങ്ങളിലുമൊക്കെ കൂട്ടുകാരോടൊപ്പം കളിതമാശ പറഞ്ഞ് കറങ്ങി നടന്ന് പടച്ചതമ്പുരാന്റെ കൽപ്പന ധിക്കരിച്ച് ബൈക്കിൽ കയറി ബിസിനസിന് വേണ്ടി പരക്കം പായുമ്പോൾ, ഉദ്യോഗത്തിന് വേണ്ടി പരക്കം പായുമ്പോൾ, ദിനേന എന്നുള്ള നിന്റെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പരക്കം പായുമ്പോൾ, പടച്ചവന്റെ കൽപ്പനകളൊക്കെ നിമിഷങ്ങൾ എണ്ണി ലംഘിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ വാറണ്ടുമായി മലക്കുൽ മൗത്ത് വരുമെന്നുള്ള ഭയപ്പാടുണ്ടോ? ദുനിയാവിന്റെ വാറണ്ടിന് ഭയമുണ്ട്, പടച്ചവന്റെ വാറണ്ടിന് ഭയമുണ്ടോ? അള്ളാഹുവിന്റെ പട്ടാളം ഒരു ദിവസം എന്റെ അടുക്കൽ വരില്ലേ? അറസ്റ്റ് വാറണ്ട് ഞാൻ നേരിടേണ്ടി വരില്ലേ? എന്നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ലേ? അതെ, അറസ്റ്റ് വാറണ്ടുമായി വരുന്ന പട്ടാളക്കാരുണ്ട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ വരിക ആയിരക്കണക്കിന് മലക്കുകള് മരിക്കാറായി കിടക്കുന്നതിന്റെ അടുത്ത് വാറണ്ടുമായിട്ട് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരിക. ആയിരക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വലയം ചെയ്യും. മലക്കുകൾ വന്നിട്ട് വലയം ചെയ്യും. അതിനുശേഷമാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഓഫീസർ ഇസ്രായേൽ ഇങ്ങനെ ഇറങ്ങി വരും അല്ലെ? അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ പൂമാലയായിട്ട് വരൂലല്ലോ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്നെ കൊണ്ടുപോകാൻ നരകത്തിലെ ചീഞ്ഞളിഞ്ഞ് മാറുന്ന ചാക്കുകളുമായിട്ടാ കൊണ്ടുപോകുന്നത്.
നരകത്തിലെ ചങ്ങലകളുമായി കയ്യാമം വെച്ച് ശരീരം കെട്ടിവരിഞ്ഞു കൊണ്ടുപോകാൻ നരകത്തിലെ ചങ്ങലകളുമായിട്ടാണ് വാറണ്ടുമായി അസ്രായിലും പട്ടാളക്കാരും വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അങ്ങനെയാ പട്ടാളക്കാരെ കടന്നു വരുന്ന നിമിഷമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരാ സഹോദരി, ചിന്തിച്ചു നോക്കുക. നാഴികയ്ക്ക് 40 വട്ടം പടച്ചതമ്പുരാന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ, അതാ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകള് പടച്ചവന്റെ പട്ടാളക്കാര് മരണവാറണ്ടുമായി നിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അങ്ങനെ നിന്റെ മുഖത്തിന്റെ അടുക്കലേക്ക് ഇസ്രായേല് വന്നിരിക്കുകയാ. ആ ഒരു സന്ദർഭത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, വലൗ തറാ, നബിയെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, നബിയെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസതു ഐദിഹിം അഖ്രിജൂ അൻഫുസകും അഖ്രിജൂ അൻഫുസകും. നബിയെ ആ അവസ്ഥ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, അത് അക്രമകാരികളായ ധിക്കാരികളായ മനുഷ്യരെ കൊണ്ടുപോകാൻ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും വരുന്ന സന്ദർഭത്തിൽ എന്റെ പ്രവാചകരെ താങ്കളൊന്ന് കണ്ടിരുന്നെങ്കിലോ, വൽ മലായികതു ബാസതു ഐദിഹിം, എന്റെ പൊന്നുമോനെ, നിന്റെ വീട് വലയം ചെയ്ത് പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭമല്ലല്ലോ, പിന്നെയോ കാലം കാലാകാലം നിന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ അസ്രായീലും മലക്കുകളും വരികയാ. വൽ മലായികതു ബാസതു ഐദിഹിം, നിന്നെ ഇങ്ങനെ ചുറ്റി വളഞ്ഞു നിന്നിട്ട് മലക്കുകളുടെ കൈകൾ നീട്ടുകയാ. അവരുടെ കൈകളിലല്ലേ നരകത്തിലെ ഇരുമ്പ് ദണ്ഡുകളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിലേതായ അതിഭീകരമായ ആയുധങ്ങളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിന്റെ ചങ്ങലകളുള്ളത്, അവരുടെ കൈകളിലല്ലേ നരകത്തിലെ ചീഞ്ഞു മാളുന്ന ചാക്കകളുള്ളത്. ആ കൈകളാ മലക്കുകൾ നീട്ടുകയാ, ആയുധങ്ങൾ നിന്റെ നേരെ നീട്ടുകയാ. എന്നിട്ട് കുറ്റവാളിയായ നിന്നെ ഇതാ വിളിക്കുകയാ, അഖ്രിജൂ അൻഫുസകും, പുറത്തേക്ക് ഇറങ്ങി വാടാ, പുറത്തേക്ക് ഇറങ്ങി വാടാ. വിശുദ്ധ ഖുർആന സഹോദരങ്ങളെ പറയുന്നത്, ശരീരത്തെ നോക്കിയിട്ട് മലക്കുകൾ വിളിച്ചു പറയുകയാ, അഖ്രിജൂ അൻഫുസകും, നിന്റെ റൂഹിനെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വിടടാ, നിന്റെ ആത്മാവിനെ പുറത്തേക്ക് ഇറക്കി വിടടാ. ആ കുറ്റവാളിയായ ആത്മാവിനെ കൊണ്ടുപോകാൻ പടച്ചവന്റെ വാറണ്ടുമായി ഞങ്ങൾ വന്നിരിക്കുകയാ. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കത്. അറസ്റ്റ് ചെയ്യാൻ പടച്ചവന്റെ പട്ടാളക്കാര് നിന്റെ വീട് വളയുന്ന സന്ദർഭം ഒരാളും അത് കാണില്ല പൊന്നുമോനെ, നീയല്ലാതെ മറ്റൊരാൾക്കും അത് കാണാൻ പറ്റുന്നതല്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നീയല്ലാതെ മറ്റൊരാളും അത് കാണുന്നില്ലല്ലോ, ഞാനും നിങ്ങളും അത് കാണേണ്ടുന്നവരല്ലേ. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മലക്കുകൾ വന്ന് കൈനീട്ടി വിളിക്കുകയാ, അഖ്രിജൂ അൻഫുസകും, പുറത്തേക്ക് ഇറങ്ങി വാടാ. നാളുന്നവരെ പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചവനല്ലേ, നാളുന്നവരും പടച്ചവനെ ധിക്കരിച്ച് ജീവിച്ചവളല്ലേ. ഒരു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ല, അതേ വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ല. പലിശൈബെന്ന് വളർന്ന ശരീരമല്ലേ നിന്റെ ശരീരം, സ്ത്രീധനവും അച്ചാരവും പോക്കറ്റ് മണിയും മെരന്ന് വാങ്ങിയ നാണം കെട്ടവനല്ലേ നീ, ഹറാമുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചവനല്ലേ. അല്ലാഹുവിന്റെ കൽപ്പനകളെയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കൂട്ടുകാരോടൊപ്പം പൊന്തക്കാട്ടിൽ പോയിരുന്ന് കള്ളു കുടിച്ചവനല്ലേ നീ, വ്യഭിചാരത്തിന് കൂട്ടു നിന്നവനല്ലേ നീ, അന്യപെണ്ണുമായി അഭിഹിത ബന്ധം പുലർത്തിയവനല്ലേ, അന്യപുരുഷനുമായി അഭിഹിത ബന്ധം പുലർത്തിയവനല്ലേ. അല്ലാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ച നിന്നെ ഇതാ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നിരിക്കുകയാ. അതുകൊണ്ട് അഖ്രിജൂ അൻഫുസകും, നിന്റെ ആത്മാവിനെ പുറത്തേക്ക് ഇറക്കി വിടുക, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുക. എന്റെ ചെറുപ്പക്കാരാ സഹോദരാ സഹോദരി, അറസ്റ്റ് വാറണ്ടുമായി വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്നതായ അതേ പട്ടാളക്കാരനോട് പോലീസുകാരനോട് ദുനിയാവിൽ വെച്ച് പോലും നീ ചോദിച്ചു പോകില്ലേ, ഇങ്ങനെ ഒരു വാറണ്ട് വരാ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് വാറണ്ടുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവന്റെ പട്ടാളക്കാരോടും നീ ചോദിച്ചു പോകുന്നതാ, ഉമ്മാ കുന്നാ നഅമലു മിൻ സൂ,
ഇല്ല ഇല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിയമലംഘനം നടത്തിയിട്ടില്ല. അങ്ങനെ വാറണ്ടുമായി വന്ന പട്ടാളക്കാരുമായി വാഗ്വാദം നടക്കുകയാ, അവരുമായി സംസാരം നടക്കുകയാ. ഈ സമയത്തും മലക്കുകൾ വീണ്ടും നിന്നോട് ചോദിക്കുകയാ, ഭീമകുന്തും നിനക്കൊക്കെ എന്ത് പറ്റിപ്പോയി? എന്റെ 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരാ, വർഗീയവാദികൾക്ക് അധികാരം കിട്ടിയെന്നോർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ആദർശ ജീവിതത്തിൽ നിന്ന് ഭയപ്പാടോടുകൂടി ഒഴിഞ്ഞു മാറുന്ന മുസ്ലിമേ, കൃത്യമായി പള്ളിയിൽ പോകാനെന്ന ഭയമല്ലേ മുസ്ലിം ചെറുപ്പക്കാരന്? താടി വളർത്താൻ ചെറുപ്പക്കാരന് താല്പര്യമില്ല, ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമുയർത്തി ഉടുക്കാൻ താല്പര്യമില്ല, ഇസ്ലാമിന്റെ വക്താവാകാൻ താല്പര്യമില്ല, നീതി നിഷേധത്തിനെതിരെ പടപൊരുടാൻ താല്പര്യമില്ല. എന്താ മോനെ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ ബലഹീനരല്ലയോ? നമ്മളൊക്കെ ന്യൂനപക്ഷമല്ലയോ? അധികാരം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ, സമ്പാദ്യം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ, നിയമനിർമ്മാണം ഭൂരിപക്ഷത്തിന്റെ കയ്യിലാ. അങ്ങനെ കണ്ണിൽ കണ്ടവന്മാരെയൊക്കെ പേടിച്ചുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് അടിമകളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിമേ, നാളെ മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാ, ഭീമകുന്തും നിനക്കൊക്കെ എന്ത് പറ്റിപ്പോയി? എന്ത് പറ്റിപ്പോയി? എന്ത് പറ്റിപ്പോയി? നീ താടി വളർത്താതിരുന്നതെന്തുകൊണ്ടാ? നീ തൊപ്പി ധരിക്കാതിരുന്നതെന്തുകൊണ്ടാ? ഇസ്ലാമിക ആദർശ ജീവിതത്തെ വലിച്ചെറിഞ്ഞതെന്തുകൊണ്ടാ? ഇത് പെണ്ണെ, നീ പർദ്ദ ധരിക്കാതിരുന്നതെന്തുകൊണ്ടാ? അന്ന് മറുപടി പറയുകയാ, കുന്നാ മുസ്തദഅഫീന ഫിൽ അർള്, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നു. വിശുദ്ധ ഖുർആനാ സഹോദരങ്ങളെ, ഖുർആൻ ഞങ്ങള് ബലഹീനരായിരുന്നല്ലോ, ഞങ്ങൾ ന്യൂനപക്ഷമായിരുന്നല്ലോ, ഞങ്ങൾക്ക് ആൽബലമുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ആയുധബലമുണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലമുണ്ടായിരുന്നില്ലല്ലോ. തലയിൽ തട്ടമിട്ട് നടന്നാലത് താലിബാനിസം എന്ന് പറയപ്പെട്ട കാലമായിരുന്നല്ലോ. തലയിൽ തട്ടമിടുന്നവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാലമായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങ് ഉപേക്ഷിച്ചു പോയില്ലേ? താടി വച്ചവരൊക്കെ തീവ്രവാദികളായതുകൊണ്ട് ഞങ്ങളെ താടി അങ്ങ് ഉപേക്ഷിച്ചു പോയില്ലേ? അതിക്രൂരമായ നീതി നിഷേധം നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചവരൊക്കെ ഭീകരവാദികളാക്കപ്പെടുന്നത് കൊണ്ട് ആ പ്രവർത്തനം ഞങ്ങൾ അങ്ങ് നിർത്തിക്കളഞ്ഞില്ലേ? ഞങ്ങള് ബലഹീനരായത് കൊണ്ടാ ഇങ്ങനെ ജീവിച്ചത്. ഉടൻ തന്നെയാ പട്ടാളം, പടച്ചവന്റെ പട്ടാളം ചോദിക്കുന്നു, അലം തകുന്ന അർളുല്ലാഹി വാസിആ ഫതുഹാജിറു ഫീഹാ. ഇങ്ങനെ ആരെയൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് ഏതൊക്കെയോ വർഗീയവാദികളുടെ പ്രസ്താവനകൾ ഭയപ്പെട്ട് ജീവിക്കുന്നതിന് പകരം നാട് വിട്ടുപോയിക്കോടായിരുന്നു. ഭീരുവായി ജീവിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മരണത്തിന്റെ സമയത്ത് പടച്ചവന്റെ പട്ടാളം നമ്മളോട് പറയുകയാ, ഈ സമയത്താണ് കൈകൂപ്പിക്കൊണ്ട് പറയുന്നത്, ഇല്ല ഇല്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാ? എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, ഈ സമയത്തും മലക്കുകളുണ്ടല്ലോ, ആ സമയത്തും മലക്കുകളതാ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ മുതുകത്തും മുഖത്തുമൊക്കെ അടിക്കാൻ തുടങ്ങുകയാ. ദുനിയാവിനെ ലാത്തിച്ചാർന്നല്ല പൊന്നുമോനെ, ദുനിയാവിന്റെ ഉരുട്ടിക്കൊലയല്ല പൊന്നുമോനെ, ദുനിയാവിന്റെ പീഡനങ്ങളല്ല പൊന്നുമോനെ, പടച്ചവന്റെ പട്ടാളക്കാരാ. മുഖത്തേക്കും ശരീരത്തിന്റെ എതിരെ ഭാഗത്തേക്കും അടിക്കാൻ തുടങ്ങുകയാ. എന്നിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്നെ വലിച്ചു കീറിയതാ പുറത്തേക്കെടുക്കുകയാ. അതേ അല്ലാഹു പറയുന്നു, കല്ലോ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻറാഖ്. ആ സമയത്താരാണടാ നിനക്ക് വേണ്ടി മന്ത്രിക്കാനുള്ളത്? ആ സമയത്താരാണടാ നിനക്ക് ശബ്ദിക്കാനുള്ളത്? എംപിയുടെ ഫോൺ കോൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? MLA യുടെ ലെറ്റർ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ?
രാഷ്ട്രീയ മേധാവിയുടെ സ്വാധീനം കൊണ്ട് പടച്ചവന്റെ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതിങ്ങനെ ഉറപ്പിക്കുന്നു. അന്നഹുൽ ഫിറാഖ് വൽതഫ്ഫത്തിസ്സാഖ് ബിസ്സാഖ്. അതിഭയങ്കരമായ മർദ്ദനത്തിന്റെ പേരിൽ, പീഡനത്തിന്റെ പേരിൽ കാലുകൾ ഇങ്ങനെ കൂട്ടി കെട്ടപ്പെടുകയാ. ഒരു കാലുകൊണ്ട് മറ്റൊരു കാലിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടപ്പെടുകയാ. കാലുകൾ ഇങ്ങനെ കോർത്ത് കെട്ടപ്പെട്ടു പോവുകയാ. അതേ, നിന്നെ വലിച്ചെടുച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന എവിടേക്കാ? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഏതൊരു പടച്ചവന്റെ നിയമമനുസരിച്ച് ജീവിക്കേണ്ടുന്നവനാണോ ആ നിയമത്തെ ലംഘിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി നിന്നെ അറസ്റ്റ് ചെയ്ത് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയാ. ഖുർആൻ വരച്ചു കാട്ടുന്ന വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളക്കാർ വരുന്ന ഓരോ നിമിഷം നമ്മൾ ചിന്തിച്ചൊക്കെ, നമ്മൾ എത്രയോ ഭയാനകമായ അവസ്ഥയാ. മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് വീട് വളയുന്ന പോലെ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് വളയും. ആ അവസ്ഥ അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. പടച്ചവന്റെ പട്ടാളക്കാർ നരകത്തിലെ ആയുധങ്ങളുമായി വന്ന് വലയം ചെയ്യും, വീടിങ്ങനെ വളയും. എന്നിട്ടിങ്ങനെ മൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ വിളിച്ചു പറയല്ലോ, അക്രമം പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നോണം, കീഴടങ്ങിയേക്കണം. മലക്കുകൾ ഇങ്ങനെ വിളിക്കും, മഖ്രിജു അൻഫുസക്കും, ഇറങ്ങി വാടാ അങ്ങോട്ട്, എന്റെ ആത്മാവിനെ അങ്ങോട്ട് ഇറക്കി വിട്ടേക്ക്. സമയം നിരപരാധിത്വം. അല്ലോ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ചെയ്തിട്ടുണ്ടോന്നൊക്കെ അവിടെ തീരുമാനിക്കും. നീ ഇറങ്ങി വന്നാ മതി. ഇറങ്ങി വരാൻ കൂട്ടാകാതിരിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ ആയുധങ്ങൾ കൊണ്ട് അടിക്കും. അതിഭയങ്കരമായ ലാത്തി ചാർജ് നടത്തി പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഹാജരാക്കാൻ അറസ്റ്റ് വാറണ്ട്. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫലാ സദ്ദഖ വലാ സല്ലാ വലാകിൻ കല്ലബ വതവല്ലാ ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى. الله رب العزة പറയുന്നു, فلا وصدق ولا صلى. ഇല്ല, ദീനിന് വേണ്ടി ഒരു സദഖയും അവൻ ചെയ്തില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സദഖയും അവൻ ചെയ്തില്ല. എത്രയോ ആവശ്യം അവരുടെ മുന്നിലേക്ക് വന്നതാ, എത്രയോ ബുദ്ധിമുട്ടുകൾ അവരുടെ മുന്നിലേക്ക് വന്നതാ, എത്രയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഫലാ സദ്ദഖ, സദഖ ചെയ്തില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അംഗീകരിച്ച് ജീവിച്ചില്ല. വലാ സ്വല്ലാ, കൃത്യമായ നിസ്കാരം പോലും ഉണ്ടായിരുന്നില്ല. സിനിമയുടെ മുന്നിൽ പോയിരുന്നില്ലേ, സീരിയലിന്റെ മുന്നിൽ പോയിരുന്നില്ലേ, റിയാലിറ്റി ഷോകളുടെ മുന്നിൽ പോയിരുന്നില്ലേ. ഫലാ സ്വല്ലാ വലാകിൻ കസ്സബ വതവല്ലാ. പിന്നെയോ ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞ് പിൻവാങ്ങിക്കളഞ്ഞില്ലേ, ഇതൊക്കെ കെട്ടുകഥയെന്ന് പറഞ്ഞ് പിൻവാങ്ങിക്കളഞ്ഞില്ലേ. എന്നിട്ട് തങ്ങളുടെ ആളുകളുമായി സുഖലോലുപതയുടെ പറുദീസയിൽ വിരാജിച്ച് കഴിഞ്ഞുകൂടിയില്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. ഇങ്ങനെ ജീവിച്ച നിനക്ക് പറ്റിയ ഏറ്റവും നല്ല മരണവാറണ്ടാണിത്. ഇങ്ങനെ ജീവിച്ച നിനക്ക് പറ്റിയ ഏറ്റവും നല്ല വാറണ്ട് തന്നെയാണിത്. അല്ലാഹുവിന്റെ അറിയിപ്പ് വരികയാ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാ, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. വെറുമൊരിന്ദ്രിയത്തുള്ളിയായിരുന്ന നിന്നെ മാംസപിണ്ഡമാക്കി ആ നിന്നെ ഒരു പരിപൂർണ സൃഷ്ടിയാക്കി മാറ്റിയ പടച്ച തമ്പുരാൻ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഒരു നിയമം തന്നിട്ട് അതെല്ലാം ലംഘിച്ച് ജീവിച്ചതായ മനുഷ്യ, അതെല്ലാം ലംഘിച്ച് ജീവിച്ചതായ പെണ്ണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ.
നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ വാറണ്ട് വരില്ല എന്ന് നീ കരുതിയോ? പടച്ചവന്റെ പട്ടാളം നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് വരില്ല എന്ന് വിചാരിച്ചോ? അല്ലാഹുവിന്റെ വാറണ്ട് നിന്നെ പിടികൂടില്ല എന്ന് വിചാരിച്ചോ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, എന്റെ പൊന്നുമക്കളെ, ഇന്നത് പറയുമ്പോൾ നിസാരമായി തോന്നുകയാ, ഇന്നത് പറയുമ്പോൾ പ്രസംഗം കൊഴിപ്പിക്കാനുള്ള ഒരു അലങ്കാര വർത്തമാനമായി തോന്നുകയാ. എന്നാൽ അറിയുമോ, നാളെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും സൈന്യവും നിന്റെ കൺമുന്നിലേക്ക് നിന്റെ റൂഹ് പിടിക്കാൻ വാറണ്ടുമായി വന്നു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോകുന്നതാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരല്പ സമയം തരുമോ അല്ലാഹ്? അല്ലാഹുവേ, ഒരല്പ സമയം തരുമോ അല്ലാഹ്? ഈ വാറണ്ടിനെ നീ ഒന്ന് മാറ്റി വെക്കുമോ അല്ലാഹ്? ഈ വാറണ്ടിനെ നീ ഒന്ന് പിന്തിപ്പിക്കുമോ അല്ലാഹ്? അല്ലാഹുവേ, എന്റെ പൊന്നുമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല അല്ലാഹ്, എന്റെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്നു അല്ലാഹ്, എന്റെ ഉമ്മാന് മരുന്ന് വാങ്ങാൻ വന്നതാണ് അല്ലാഹ്, അതുകൊണ്ട് മരുന്ന് ഞാനൊന്ന് കൊണ്ടു കൊടുത്തോട്ടെ പടച്ചവന്. ആശുപത്രിയിൽ കിടക്കുന്ന എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്ന് കണ്ടോട്ടെ അല്ലാഹ്, സ്കൂളിൽ നിന്ന് വരുന്ന എന്റെ പൊന്നുമോളെ ഒന്ന് വിളിച്ചോട്ടെ അല്ലാഹ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരല്പ സമയം നീ വാറണ്ടെന്ന് മാറ്റി വെച്ചാൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമല്ലാഹ്, എത്ര സദഖ വേണമെങ്കിലും ചെയ്യാമല്ലാഹ്, എത്ര ധർമ്മം വേണമെങ്കിലും നടത്താമല്ലാഹ്, എന്തിനു വേണമെങ്കിലും പണം കൊടുക്കാമല്ലാഹ്, എങ്ങനെ വേണമെങ്കിലും സഹായിക്കാമല്ലാഹ്. വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സ്വാലിഹീങ്ങളിൽ പെടാമല്ലാഹ്. ഒരൊറ്റ അവസരം തരുമോ അല്ലാഹ്? വാറണ്ട് വന്നു കഴിയുമ്പോൾ ചോദിക്കും, ജാമ്യം കിട്ടാൻ വകുപ്പ് വല്ലതും ഉണ്ടോ? ദുനിയാവിലൊക്കെ ജാമ്യം കിട്ടും മക്കളെ, പടച്ചോന്റെ വാറണ്ട് വന്നില്ല. ഒരല്പ സമയം നിങ്ങളൊന്ന് കാത്തിരിക്കുവോ? ഒരല്പ സമയം ഒന്ന് പിന്തിച്ചു തരുമോ പടച്ചോനെ? അല്ലേ, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ചാൻസ്, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഡ്രസ് ഒന്ന് മാറാനെങ്കിലും ചോദിക്കൂലേ? പോലീസ് വരുമ്പോ അള്ളാന്റെ പട്ടാളം ഇവിടെ അറിയാതെ ചോദിച്ചു നോക്കും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരല്പസമയം. എന്തിനാ ആദ്യം തന്നെ പറയും, നിസ്കരിക്കാനോ നോമ്പുടിക്കാനോ ഒന്നുമല്ല. ഫസ്റ്റ് തന്നെ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഫഅസ്സദ്ദഖ. ഞാൻ എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്തോട്ടെ അല്ലാഹ്. ഫസ്റ്റ് ചോദിക്കുന്ന ആൾ തന്നെയാണ്. അല്ലേ, നമ്മൾ ചിന്തിച്ചു നോക്കെ. ഇന്നിപ്പോ ഇതിന്റെ അൽ ഇഹ്സാൻ നടയറയിലെ യുവജന പ്രവർത്തകര് ഇങ്ങനൊരു പരിപാടിയൊക്കെ നടത്തി. ഒരു വലിയ ലക്ഷ്യമാണ് അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ നാട്ടിലേക്ക് വേണ്ടി രോഗികളായവർ, അപകടത്തിൽപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഈ നാട്ടിൽ നമ്മുടെ ഈ നടയറയിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കുക. അതൊരാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് പല സാംക്രമിക രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു ആംബുലൻസ് നമ്മുടെ വീട്ടുമുറ്റത്ത് സുസജ്ജമാക്കേണ്ടുന്ന കാലഘട്ടം. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു പ്രവർത്തനവുമായി ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ, സ്റ്റേജ് ആയാലും മൈക്കായാലും ലൈറ്റ് ആയാലും കസേരയായാലും ചായ ആയാലും എന്തായാലും, അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരാളോടും പൈസ ചോദിച്ചിട്ടില്ല, ഒരാളെടുത്തും അവർ പിരിച്ചില്ല. അൽഹംദുലില്ലാഹ് അവരൊക്കെ തന്നെ തങ്ങളാൽ കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ആക്കിയത്. പക്ഷേ ഒരു ആംബുലൻസ് സംവിധാനം അത് പിന്നീട് ചിന്തിച്ച് അതൊരു ഒരാവശ്യമല്ല, അത്യാവശ്യമായി തോന്നി. അതിന്റെ പേരിൽ അവർ മുന്നേക്ക് അറിയിച്ചു ഒരു ആംബുലൻസ് നമുക്ക് ആവശ്യം തന്നെ. നമ്മൾ ചിന്തിച്ചു നോക്കെ, ഇന്നത് പറയുമ്പോൾ നമുക്കൊരു മടിയാ. അതിപ്പോ അതിനുവേണ്ടി ഇപ്പൊ 5000 കൊടുത്തവരുണ്ട്, 25,000 കൊടുത്തവരുണ്ട്, 30,000 40,000 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ഉണ്ടാക്കി വെച്ച പണം നമ്മളെങ്ങനെ ആംബുലൻസ് എന്ന് പറയുമ്പോ അങ്ങോട്ട് കൊടുക്കല? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളങ്ങോട്ട് കൊടുക്കല? സദഖ ചെയ്യാനൊക്കെ വല്ലാത്ത മടിയാ, അതിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാ. പക്ഷെ അള്ളാഹുവിന്റെ പട്ടാളക്കാർ ആയുധങ്ങളുമായി നിന്നെ വലയം ചെയ്തിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ഒരു ചാൻസ് തരുമോ പടച്ചോനെ? എന്തിനാ? സദഖ ചെയ്യാനുള്ള ഒരു ചാൻസാ ചോദിക്കുന്നേ. അന്ന് ചിന്തിക്കുക, അൽ ഇഹ്സാന്റെ ഏതെങ്കിലും പ്രവർത്തകർ ഇപ്പൊ വീട്ടിൽ വന്നിരുന്നെങ്കിൽ വീട് മൊത്തം കയ്യിൽ കൊടുക്കാൻ.
അന്ന് ചിന്തിക്കും അത്രയൊന്നും വേണ്ട, ഒരു 5 or 10 വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കാൻ ഇന്ന് നമുക്ക് മടിയാ. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്ന സദക്ക ചെയ്യാനാ. ഇന്ന് ഓർമ്മ വരില്ല. ഒരു 5000 10,000 ആര് കൊടുക്കാൻ പറയാന്ന് വെച്ചാൽ എണീക്കാനൊക്കെ വലിയ, മറ്റേ പുള്ളിക്കാരൻ സമ്മതിക്കൂല. പുള്ളിക്കാരൻ ഇങ്ങനെ പിടിച്ച് വലിക്കാൻ അവിടെ ഇരിക്കണമെന്ന് പറയും. മരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരനുണ്ടാവൂല. മലക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസ് ഉണ്ടാവൂല. ചിന്തിക്കണേ. ആ വാറണ്ടിന്റെ സമയത്ത് ആദ്യം ചോദിക്കുന്നത് പൈസ എന്തെങ്കിലും തന്നാൽ. ഇവിടുത്തെ പട്ടാള പോലീസുകാരുടെ പൈസ കൊടുത്ത പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അള്ളാന്റെ പോലീസുകാരല്ലേ, നടക്കില്ല. അവിടെ അപ്പം പൈസ കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കണമെങ്കിൽ ഇപ്പോഴേ എന്തേലും കൊടുത്തേക്കിന്. അതുകൊണ്ട് ഈ ഒരു ആംബുലൻസ്, ഞാനത് ഇന്ന് പിരിവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും സദസ്സുകളുണ്ട്. നമ്മൾ ചിന്തിക്കുക, നാളെ എന്റെ അടുക്കലേക്ക് വാറണ്ടുമായി വരുമ്പോ എനിക്ക് രക്ഷപ്പെടണമല്ലോ പടച്ചവനെ, എനിക്ക് രക്ഷപ്പെടണമല്ലോ. വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളക്കാർ വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടു കൂടി അവരുടെ യാത്രയാകണം. അങ്ങനൊരവസ്ഥ അള്ളാഹ് അങ്ങനെ ഒരു അവസരം തരട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കെ, ഈ പട്ടാളത്തെയും പോലീസിനെയും 2 കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, അറസ്റ്റ് ചെയ്യാനും പിടിച്ചുകൊണ്ടു പോകാനും വലിച്ചഴിച്ചുകൊണ്ടു പോകാനും. 2, എന്താ, ഒരു ചീഫ് ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കാനും പട്ടാളവും പോലീസും തന്നെയല്ലേ ഉള്ളേ. നമ്മൾ ചിന്തിക്കണം, ജീവിതം പടച്ചവനെ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായും ശിരസാവഹിച്ചുകൊണ്ടുമാണ് എങ്കിൽ അള്ളാന്റെ പട്ടാളക്കാർ വരും നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ. പടച്ചവന്റെ പട്ടാളക്കാർ വരും. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് സ്വർഗത്തിലെ പൂക്കളുമായിട്ട് മലക്കുകൾ ഇറങ്ങി വരും. സ്വർഗത്തിലെ പൂക്കളുമായി, പൂച്ചെണ്ടുകളുമായി വരും. സ്വർഗത്തിലെ പട്ടുടയാളുകളുമായി വരും. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ പേടിക്കല്ലേ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തെയൊക്കെ വിട്ട്, ഭാര്യയൊക്കെ വിട്ടിട്ട് നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ടാവും. മലക്കുകൾ സമാധാനിപ്പിക്കുക, സ്വീകരിച്ചിങ്ങനെ കൊണ്ടുപോവാൻ മലക്കുകൾ. ചിന്തിച്ചു നോക്കെ, അള്ളാഹുവിന്റെ പട്ടാളക്കാര് തന്നെ അവിടെയും വരുന്നത്, പക്ഷെ വേറൊരു രീതിയിൽ. സ്വർഗത്തിലെ നല്ല മണമുള്ള പൂക്കളുമായി, സ്വർഗത്തിലെ വസ്ത്രവുമായി. ഇതൊക്കെ ഇങ്ങനെ ധരിപ്പിക്കുകയല്ലേ, ഈ വസ്ത്രമൊക്കെ ഇങ്ങനെ ധരിപ്പിക്കുകയല്ലേ. എന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, സന്തോഷത്തിൽ ഇങ്ങനെ പറയുകയാ, നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടുന്നതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വർഗലോകമെന്ന ഭവനം നിങ്ങളെ കാത്തിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്നെ കാത്തിരിക്കുന്ന രാജാതിരാജനായ പടച്ചവന്റെ സമക്ഷത്തിലേക്ക് അല്ലാഹുവിന്റെ ഗസ്റ്റായിക്കൊണ്ട്, പടച്ചവന്റെ അതിഥിയായിക്കൊണ്ട് നമുക്ക് യാത്രയാകാം. അതുകൊണ്ട് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. അല്ലാഹുവിന്റെ പട്ടാളക്കാര് പറയാ, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, അവിടെ എല്ലാം ഉണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് അവിടെ. സ്വീകരിക്കുക, വന്നിട്ട് സ്വീകരിച്ചിങ്ങനെ കൊണ്ടുപോവാ. ചിന്തിച്ചു നോക്കെ ആ ഒരു നിമിഷം. എന്നിട്ടെന്താ, ഗസ്റ്റ് ഹൗസിൽ പേര് കൊണ്ടുപോയി ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക. ഗസ്റ്റ് ഹൗസിലെ അതിഥികൾ താമസിക്കേണ്ട ഇടത്തിലെ പേരിങ്ങനെ, അതിഥികളെ എങ്ങനെയാണല്ലോ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോവുക.
സ്വീകരിച്ചാനേച്ച് ഇങ്ങനെ കൊണ്ടുപോവാ. ഇല്ലിയിൽ അതാണ് ഗസ്റ്റ് ഹൗസ്. നല്ല നല്ല ആളുകളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവരെയൊക്കെ ഇല്ലിയീൻ എന്ന ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്യും. എന്നാൽ കൊടും കുറ്റവാളികളെ സിജ്ജീൻ എന്ന പേരുള്ള സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്യും. പടച്ചവന്റെ പട്ടാളക്കാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാർ അല്ലേ? അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചേ, ഒന്നുകിൽ ഖബർ സ്വർഗത്തിലെ ഒരു പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ ഖബർ നരകത്തിലെ ഒരു കുണ്ടായിരിക്കും അല്ലേ? ഒന്നുകിൽ ഖബർ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിരിക്കും, അല്ലെങ്കിൽ ഖബർ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു ലോക്കപ്പ് ആയിരിക്കും. കുറ്റവാളികളെയൊക്കെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടിരിക്കുക, കസ്റ്റഡിയിലാ കുറെ നാള്. വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത് വരെ കസ്റ്റഡിയിൽ കിടക്കണം. അതിക്രൂരമായ പീഡനങ്ങളുണ്ട്. എന്നാൽ അള്ളാനെ അനുസരിച്ച് ജീവിച്ചോ, ഗസ്റ്റ് ഹൗസിൽ റെസ്റ്റ് ഹൗസിൽ അതിഥിയായിട്ട് ജീവിക്കുക. അതിഥിയായി ചെല്ലുമ്പം തന്നെ ഇങ്ങനെ സ്വീകരിക്കും മലക്കുകൾ. എന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. മൻ റബ്ബുക, നിങ്ങളെ റബ്ബാരാ? അമ്മാ ദീനൊക്കെ നിങ്ങളുടെ ദീനേതാ? അമ്മാ ഇമാമൊക്കെ നിങ്ങളുടെ ഇമാമേതാ? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് മറുപടിയൊക്കെ കൊടുത്ത് കൃത്യമായ മറുപടിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞു. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് റെസ്റ്റ് എടുത്തേക്കുക. പിന്നൊരു അതിഥിയെ പോലെ കഴിയല്ലേ. ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരികയാ, മലക്കുകളെ, എന്റെ പ്രിയപ്പെട്ട പട്ടാളക്കാര്, എന്റെ ആ അടിമയുണ്ടല്ലോ, അടിമ പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് അതുകൊണ്ട് മലക്കുകളെ, എന്റെ അടിമയായ അതിഥിക്ക് വേണ്ടി സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ ഓർഡർ വരികയാ, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ വാതിലുകളാ കബറിലേക്ക് തുറന്നു കൊടുക്കുക. അങ്ങനെ കബറൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ച് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയുന്നു, മനുഷ്യ, അതിരാത്രിയിലും മണിയറയിലും മണവാളനും മണവാട്ടിയും സന്തോഷത്തോടുകൂടി കിടക്കുന്ന പോലെ അതേ നീ കബറാകുന്ന ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ പട്ടാളക്കാര് പറയുകയാ. ഗസ്റ്റ് ഹൗസ് ഒക്കെ ഒരുക്കി അവിടെ കൊണ്ടിട്ട് വിരിപ്പൊക്കെ വിരിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സ്വർഗത്തിലെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് വരിക. നല്ല കാറ്റും നല്ല മണവും നല്ല ഭക്ഷണമൊക്കെ കിട്ടും. സമയാവുമ്പോ ഞങ്ങൾ വിളിക്കാം, അതുവരെ കിടന്നുറങ്ങിക്കോളാൻ പറയും. അല്ലാഹു ആ ഖബറിൽ കിടന്നുറങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആകണം. മലക്കുകൾ നമ്മളെ ആനയിച്ച് ഒരു അതിഥിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം. ആ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ, അതല്ലേ അള്ളാന്റെ റസൂൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു വെച്ചേ, ഈ മരണത്തെ നിങ്ങൾ ഇങ്ങനെ അധികമായി ഓർക്കാൻ പറഞ്ഞാല് പേടിച്ചു കൂടി ഒരു മൂലയ്ക്ക് കയറി ഇരിക്കാനല്ല, മറിച്ച് ഏത് നിമിഷവും മലക്കുകൾ ഒന്നുകിൽ അറസ്റ്റ് വാറണ്ട് കുറ്റവാളിയെ പോലെ കൊണ്ടുപോകാൻ വരാം, അല്ലെങ്കിൽ അതിഥിയെ പോലെ കൊണ്ടുപോകാൻ വരാം. ഇവിടെ ഒരു അതിഥിയായി ഞാൻ തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടി ഓരോ നിമിഷങ്ങളും തെറ്റുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമായി ജീവിക്കാൻ പറ്റണം. അതല്ലേ നമ്മൾ അറിയണ്ടേ? ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ സജ്ജരായിരിക്കണ്ടേ? അതിനുവേണ്ടി നമ്മുടെ ജീവിതം ഇങ്ങനെ പാകപ്പെടുത്തുക. അതിനുവേണ്ടി ഇതൊക്കെ പിന്നെ ദുനിയാവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിച്ചാൽ ഇത് പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്, നാലാംകിട രാഷ്ട്രീയക്കാരന്റെ കാൽ കീഴിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിനക്കത് പറ്റുമോ?
പാദരാത്രിയുടെ നിശബ്ദതയിൽ നിരീശ്വരവാദിയായ നേതാക്കന്മാർക്ക് വേണ്ടി ചുമരുകളിൽ കുമ്മായം വരയ്ക്കാനും, അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും, അവർക്ക് വേണ്ടി കല്ലേറ് നടത്താനും വേണ്ടി വന്നാൽ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട സഹോദരന്റെ കഴുത്തിന്റെ കടക്കൽ പോലും കത്തി കുത്തി ഇറക്കാൻ യാതൊരുവിധ മടിയുമില്ലാതെ ജീവിക്കുന്ന ചെറുപ്പക്കാരാ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തീരുക, അതുകൊണ്ട് കാര്യമുണ്ടോ? ചിന്തിക്കണം സഹോദരിമാര്, അതുപോലെ ചിന്തിക്കുക. നാളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നോട് ചോദ്യമുണ്ട്, കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യലുണ്ട്, വാറണ്ട് കഴിഞ്ഞാ പിന്നെ ലോക്കപ്പിൽ അതിക്രൂരമായ ചോദ്യം ചെയ്യലിന് വിധേയമാകും. ഒരു മനുഷ്യാവകാശ കമ്മീഷനോടുണ്ടാവൂല, ആരും അവിടെ ഉണ്ടാവൂല, ഒരു വനിതാ വേദി അവിടെ ഉണ്ടാവൂല. ഒറ്റയ്ക്ക് ഇങ്ങനെ കബറിൽ കിടന്ന് മറുപടി പറയണ്ടേ? സീരിയലും കണ്ട് കിടന്ന ഇതൊക്കെ കാര്യമുണ്ടോ? അല്ലാണ്ട് റസൂൽ പറഞ്ഞ എന്താ? അവിടെ ഖബറെന്ന് പറയുന്ന ലോക്കപ്പിൽ രക്ഷപ്പെടണോ? സന്ധ്യാസമയത്ത് വിശുദ്ധ ഖുർആനെടുത്ത് സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ പാരായണം ചെയ്യുവിൻ. എങ്കിൽ ഖബറെന്ന ലോക്കപ്പിൽ രക്ഷപ്പെടാം. അല്ലാതെ ആ സമയത്ത് നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. അല്ലേ? സന്ധ്യാസമയാകുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയിരിക്കുക ടിവിയുടെ മുന്നിൽ. അല്ലാഹേ, ചന്ദനമഴയും പരസ്പരം ഒക്കെ കാണാനുള്ള ഒരു വെപ്രാളമല്ലേ? ഒരു കാലത്ത് മുസ്ലിം വീടുകളിലൊക്കെ സന്ധ്യാസമയത്ത് ഉമ്മമാര് പെങ്ങന്മാരൊക്കെ ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലി ഒരു യാസീനൊക്കെ ഓതി അറിയാവുന്ന സൂറത്തൊക്കെ ഓതി അള്ളാന്റെ മുമ്പിൽ കരയായിരുന്നു സന്ധ്യാസമയത്ത്. ഇന്നും ഇപ്പൊ അൽഹംദുലില്ലാഹ് വലിയ വ്യത്യാസമൊന്നുമില്ല, കരയുന്നുണ്ട്, കരച്ചിൽ നടക്കുന്നുണ്ട്. അത് ചന്ദനമഴയുടെ മുമ്പിൽ നിന്നിട്ടുള്ള കരച്ചിലാ, ഖുർആൻ ഓതിയിട്ടുള്ള കരച്ചിലൊന്നുമല്ല. അതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ചർച്ച അതല്ലേ? ഏറ്റവും വലിയ ചിന്ത അതായി പോയില്ലേ? കൊച്ചു കുട്ടികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ ഇങ്ങനെ ഒരു തമാശ, ഒരു കോമഡി കിട്ടിയിരുന്നു. നിങ്ങൾക്ക് കിട്ടി, പലർക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ അത് തമാശയാണെങ്കിൽ പോലും ഗൗരവത്തിൽ എടുക്കേണ്ടതാ. ഉസ്താദ് ഇങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ ഉസ്താദ് ഇങ്ങനെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ മര്യാദ പഠിപ്പിക്കുന്ന, മക്കളെ നിങ്ങൾ പരസ്പരം കണ്ടാൽ സലാം പറയണം. സലാം പറയുന്നതിന്റെ മര്യാദ ഇങ്ങനെ പഠിപ്പിക്കുക, പരസ്പരം കണ്ടാൽ സലാം പറയണം. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ചോദിക്കുകയാണ്, അത്രേ ഉസ്താദെ, പരസ്പരം കണ്ടാൽ സലാം പറയണമെങ്കിൽ അപ്പൊ ഈ ചന്ദനമഴ കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയേണ്ടത്? ഇതൊരു തമാശയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് നമ്മുടെ മക്കൾക്കിടയിൽ പോലും ചർച്ചയാകുന്ന രീതിയിൽ സീരിയലിനെ പറ്റിയുള്ള ചർച്ചകളല്ലേ എല്ലായിടങ്ങളിലും, എല്ലായിടത്തും അതിന്റെ ഒരു ചർച്ചയല്ലേ? സന്ധ്യാസമയത്ത് ടിവിയുടെ മുന്നിൽ പോയിരുന്ന മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്നെ ഖബറിൽ എന്ന് പറയുന്ന ലോകപ്പിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇല്ല പൊന്നു മോനെ, നിനക്ക് യാതൊരുവിധ സ്വീകരണങ്ങളും അവിടെയില്ല. ഏത് VIP എന്ന് പറഞ്ഞാലും 6 മണ്ണിലും 3 കഷണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാ. ഹബീബായ മുത്ത് പറയുന്ന ഖബറിൽ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ നിന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് നിന്റെ വീട്ടുകാരൻ നടന്നു പോകുന്ന ചെരുപ്പടി ശബ്ദം നിനക്ക് കേൾക്കാം. അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണേ പടച്ചവനെ, വല്ലാത്ത അവസ്ഥയല്ലേ? എല്ലാ സന്ദർഭങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് നടന്നു പോവുകയാ, പ്രിയപ്പെട്ട മക്കള് നടന്നു പോവുകയാ. ഏത് പാതിരാത്രിയും നിന്നോടൊപ്പം ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ നിന്റെ കളിക്കൂട്ടുകാരൻ നടന്നു പോവുകയാ. ആരാ ഖബറിൽ നിന്നോടൊപ്പമുള്ളത്? ആരും സഹപാഠിയാണുള്ളത്? ഏത് സഹയാത്രികരാ ഉള്ളത്? ഏത് ഭർത്താവാണുള്ളത്? ഏത് ഭാര്യയാണുള്ളത്? ഏത് നേതാവാണുള്ളത്? ഖബർ എന്ന് പറയുന്ന ലോകപ്പിൽ നിന്നെയിട്ട് പലക നിരത്തും മണ്ണിങ്ങനെ വാരിയിട്ട് നടന്നു കഴിഞ്ഞാൽ നടേറെ മുസ്ലിം ജമാഅത്തിന്റെ ഖബറിൽ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഖബറാകുന്ന ലോകപ്പിലേക്കതാ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പടച്ചവന്റെ പട്ടാളക്കാര് വരികയാ. അറസ്റ്റ് ചെയ്ത് ലോകപ്പിൽ അടയ്ക്കുക, അസ്രായീലിന്റെ ജോലി കഴിഞ്ഞു. ഇനി രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പട്ടാളക്കാരാ. കേട്ടിട്ടുണ്ടല്ലോ, ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ മൂടിയിട്ടിട്ട് പള്ളിയിലെ ഉസ്താദ് തലയുടെ ഭാഗത്ത് വന്നിരുന്ന്
അതേ ഇങ്ങനെ കബറാളിയും നോക്കിയിട്ട് വിളിച്ചു പറയുന്ന കേട്ടിട്ടുണ്ടാകുമല്ലോ, ഇദാ ജാഅകൽ മലകാനിൽ ഹാലാൻ, നിന്റെ അടുക്കലേക്ക് മലക്ക് വരികയാ, വഅയ്ഖലാക, ആ മലക്കുകൾ നിന്നെ ഉണർത്തുമല്ലോ, വഅജ്ലസാക, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുമല്ലോ, വസഅലാക, ആ മലക്കുകൾ നിന്നോട് ചോദിക്കുമല്ലോ. കേട്ടിട്ടില്ലോ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതൊരു സുന്നത്തായ കർമ്മമായതുകൊണ്ട് പറഞ്ഞു തരികയാ. അതല്ലാതെ ഉസ്താദ് പറയുന്ന കേട്ടിട്ട് അങ്ങ് പറയാമെന്ന് കരുതണ്ട പൊന്നുമോനെ. നിന്നോട് ചോദിക്കുന്ന മൻ റബ്ബുക, എടാ നിന്റെ റബ്ബ് ആരായിരുന്നടാ? ദുനിയാവിലെ ഏതൊരു റബ്ബിനെ അംഗീകരിച്ചുകൊണ്ടാണ് നീ ജീവിച്ചത്? നിസ്കാരമില്ലാതിരുന്ന പൊന്നുമോനെ, നോമ്പില്ലാതിരുന്ന പൊന്നുമോനെ, പർദ്ദയില്ലാതെ ജീവിച്ച പെങ്ങളെ പറയാൻ പറ്റുമോ? മലക്കുകൾ വന്ന് ചോദിക്കുന്ന മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരായിരുന്നു? വമാ ദീനുക, നിന്റെ ദീൻ ഏതായിരുന്നു? കല്യാണങ്ങളെ പറ്റിയുള്ള ചിന്ത കടന്നു വരട്ടെ. 5 നേരം നിസ്കാരമുള്ളവനാ, ഹാജിയാരാ, റമദാനി നോമ്പ് പിടിച്ചവനാ. പക്ഷേ കുടുംബത്തിലൊരു കല്യാണം വന്നാൽ അവിടെ ഇസ്ലാം അങ്ങ് മാറിപ്പോയില്ലേ? ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ക്യാമറകൾ നിരത്തി വെച്ചിട്ട് വീഡിയോഗ്രാഫിക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിപടിച്ച്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിപടിച്ച്, മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരുന്ന കൺവെൻഷൻ സെന്ററുകൾ എന്ന മോഡേൺ ഉത്സവ പറമ്പുകളിലേക്ക് വിവാഹ മാമാങ്കങ്ങളെ കൊണ്ടുപോയി പടച്ച തമ്പുരാന്റെ കൽപ്പനകളെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പട്ടാളം ചോദിക്കുകയാ, എടാ നിന്റെ ദീനേതായിരുന്നു? ഏത് ദീനനുസരിച്ചാ നീ ജീവിച്ചത്? നിന്റെ വസ്ത്രധാരണം ഏത് ദീനനുസരിച്ചായിരുന്നു? നിന്റെ വിവാഹങ്ങൾ ഏത് ദീനനുസരിച്ചായിരുന്നു? നിന്റെ ജീവിതം ഏത് ദീനനുസരിച്ചായിരുന്നു? മറുപടി പറയാൻ പറ്റുമോ? വീണ്ടും മലക്കുകൾ ഇങ്ങനെ ചോദിക്കുകയാ. ഹബീബായ റസൂലിന്റെ രൂപം കാണിച്ചിട്ട് ചോദിക്കുന്ന പൊന്നുമോനെ, മാ തഖൂലു ഫീ ഹാദർ റജുലില്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടതായ ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമേ, നിന്നോടുള്ള ചോദ്യമാ, ലോകപ്പിലെ ചോദ്യമാണ്, ഖബറിലെ ചോദ്യമാ. റബീഉൽ അവ്വലിൽ 12 ദിവസം മാത്രം നബിദിനത്തിന്റെ പേര് പറഞ്ഞ് പച്ചത്തുണിയും എടുത്തുകൊണ്ട് റബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞ് തിരുവോരങ്ങളെ കീഴടക്കിയ ചെറുപ്പക്കാരാ, 12 ദിവസത്തെ ആർമാദ തിരുപ്പതി കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ ഓർമ്മയുണ്ടോ? ഓരോ ദിവസവും ഹബീബായ മുത്തിന്റെ ദാടിയ വടിച്ചലേക്ക് കരയുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിന്റെ സുന്നത്തായ തൊപ്പിയ പഴഞ്ചനെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ള പഠിപ്പിച്ച ജീവിതമൊക്കെ പഴയ കാലത്തെ ആളുകൾക്കും ഉസ്താദന്മാർക്കും മാത്രമുള്ളതെന്ന് കരുതി പോകുന്ന ചെറുപ്പക്കാരാ, മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളുമാ മലക്കുകൾ ചോദിക്കുന്നു. ഹബീബായ മുത്ത് പറഞ്ഞുവല്ലോ, കസ്റ്റഡിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന മുൻകരൻ നക്കീറെന്നും പേര് പറയപ്പെടുന്ന മലക്കുകള്, ആ മലക്കുകളുടെ കോലമെന്താ? ഹബീബായ മുത്ത് പറയുകയാ, അബ്സാറുഹുമാ കൽ ബർഖിൽ ഖാതിഫ് വഅസ്വാതുഹുമാ കർറദിൽ ഖാസിഫ്. ഹബീബായ റസൂൽ പറയുകയാണ്, ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകള്, ഖബറാകുന്ന ലോകപ്പില് നിന്റെ കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന മലക്കുകള്, പൊന്നുമോനെ അറിയുമോ? ആ പട്ടാളക്കാരുടെ കണ്ണുകളില്ലേ, അബ്സാറുഹുമാ കൽ ബർഖിൽ ഖാതിഫി, ഇടിമിന്നൽ പോലെയുള്ള കണ്ണുകളാണ് അവരുടെ കണ്ണുകൾ. ഒരു നോട്ടം കൊണ്ട് തന്നെ ഭയപ്പെട്ടു പോവുകയാ. കണ്ണുകളിൽ നിന്ന് മിന്നൽ പിണറുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാ, തീജ്വാലകൾ ഉയരുകയാ. എന്ന് മാത്രമല്ല, അസ്വാതുഹുമാ, അവർ നിന്നെ ചോദ്യം ചെയ്യുമ്പോഴുള്ള ശബ്ദമുണ്ടല്ലോ, കർറദിൽ ഖാസിഫി, ഭയങ്കരമായ ഇടിവാദം പോലെയുള്ള ശബ്ദമാ. കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന അള്ളാഹുവിന്റെ പട്ടാളക്കാർ, മുൻകറും നക്കീറും അലൈഹിമസ്സലാം. ഉസ്താദ് വന്നിരിക്കും, പറയാമെന്നും കരുതണ്ട. ദുനിയാവിൽ ജീവിച്ചോ? എങ്കിൽ മറുപടി പറയാം. ദുനിയാവിൽ ജീവിച്ചവരാണെങ്കിൽ ദുനിയാവിൽ അല്ലാഹു റബ്ബായി അംഗീകരിച്ച് കൃത്യമായി നിസ്കരിച്ച പടച്ചവന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിച്ചോ? ദുനിയാവിൽ ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിച്ചോ?
ദുനിയാവിൽ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് റബീഉൽ അവ്വലിൽ 12 ദിവസം നീ എന്ത് കാണിച്ചു എന്നുള്ളതല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത്. നല്ല കാര്യമാ, അൽഹംദുലില്ലാ. പക്ഷേ അത് മതിയോ? ഈ 12 ദിവസത്തുള്ള ഒരു മേളം മതിയോ? അത്രയും ദിവസത്തെ ഇഷ്ഖ് റസൂൽ മതിയോ? അത്രയും ദിവസത്തെ ഹുബ്ബുർ റസൂൽ മതിയോ? അത്രയും ദിവസത്തെ മദ്ഹുർ റസൂൽ മതിയോ? ജീവിതകാലം ഉടനീളം പ്രവാചക പരിണയമുണ്ടാകണം മുസ്ലിമേ. ജീവിതത്തിൽ സുന്നത്തായ ഒരു അവസ്ഥ ഉണ്ടാകണം അല്ലേ? ഓരോ വെള്ളിയാഴ്ചയും താടി ഇങ്ങനെ വടിച്ചിറങ്ങുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഹബീബായ മുത്തിനോട് സ്നേഹമുണ്ടോ അല്ലെ? 30,000 എടുത്താ പൊങ്ങാത്ത മൊബൈൽ ഫോൺ ഉണ്ട്. 30 രൂപയുടെ ഒരു തൊപ്പി പോലും ഇല്ല മുസ്ലിം ചെറുപ്പക്കാരന്റെ കയ്യിൽ. പള്ളിയിൽ പോയിട്ട് കമ്മിറ്റിക്കാരിറക്കിയിട്ടിരിക്കുന്ന വട്ടിത്തൊപ്പി എടുത്ത് തലയിൽ വെച്ചിട്ടാ നിസ്കാരം. എന്ത് മുഹബ്ബുർ റസൂലാ! ഹബീബായ മുത്തിനോട് എന്ത് സ്നേഹവാ! ചിന്തിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ പറ്റുമോ? തീ തുപ്പുന്ന കണ്ണുകളുമായിട്ടാണ് പടച്ചവന്റെ പട്ടാളക്കാർ വരുന്നത്. ഇടിനാദം പോലെയുള്ള ശബ്ദവുമായിട്ടാ ഖബറെന്ന ലോക്കപ്പിൽ നിനക്ക് ചോദ്യമുള്ളത്. ആ ലോക്കപ്പിലെ ചോദ്യം ദുനിയാവിലെ ലോക്കപ്പാണെങ്കിൽ അടിയിടിയും കഴിഞ്ഞിട്ടാ ചോദ്യം. വ്യത്യാസമുണ്ട്. കാരണം അവരുടെ കയ്യിൽ കുറെ ചോദ്യമുണ്ട്, അതിന് പറ്റിയ ഉത്തരവ് കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെയാ. അതുകൊണ്ട് അടിയിടിയും കഴിഞ്ഞിട്ടൊക്കെ അവിടെ ചോദ്യം. പക്ഷെ അള്ളാഹുവിന്റെ ലോക്കപ്പിലെ ചോദ്യം കഴിഞ്ഞിട്ടേ അടിയിടിയൊക്കെ ഉള്ളൂ. കള്ളക്കേസൊന്നും അവിടെ ഇല്ല. അവിടെ ഒരാളെയും വെറുതെ അങ്ങോട്ട് പീഡിപ്പിക്കുകയൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുക. ചോദ്യങ്ങൾ, വ്യക്തമായ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ ഖബറിൽ കിടന്ന് ഓരോരുത്തരും പൊട്ടിക്കരയുമ്പോൾ പടച്ച തമ്പുരാന്റെ ഓർഡർ വരികയാണ്, അൻകദിബ അബ്ദീ, മലക്കുകളാകുന്ന പട്ടാളക്കാര്, ആ ഖബറിൽ കിടക്കുന്നവൻ കളവ് പറയുകയാ. ആ ഖബറിൽ കിടക്കുന്നവൾ കളവ് പറയുകയാ മലക്കുകളെ. അതുകൊണ്ട് ഫഅഫ്രിശൂഹു മിനന്നാർ വൽബിസൂഹു മിനന്നാർ വഫ്തഹൂ ലഹു ബാബൻ ഇലന്നാർ. അതുകൊണ്ട് മലക്കുകളെ, ആ കള്ളനായ മനുഷ്യന്, കള്ളിയായ പെണ്ണിന് നരകത്തിലെ വിരിപ്പുകൾ നിങ്ങൾ വിരിച്ചു കൊടുക്കുക. നരകത്തിലെ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുക. നരകത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുക. ലോകപ്പ് വർധനത്തിന് തുടക്കം കുറിക്കുകയാ പൊന്നുമക്കളെ. സദാ സമയത്തും നിങ്ങളോടൊപ്പം നിരീക്ഷകരുണ്ട്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുവാൻ, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കാൻ. അങ്ങനെ പടച്ചവന്റെ കോടതിയിലേക്ക് ഹാജരായി കഴിഞ്ഞാൽ എന്റെ പൊന്നുമോനെ വിചാരണ നേരിടേണ്ടി വരികയാ. അള്ളാഹു പറയുകയാണ്, അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് കൊടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് നിന്റെ കയ്യിലേക്ക് വെക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഓരോരുത്തരും അവരവരുടെ കിതാബൊന്ന് തുറന്നു നോക്കുക. ഓരോരുത്തരുടെയും കയ്യിൽ കെട്ടിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടില്ലേ, ഓരോരുത്തരും അതൊന്ന് തുറന്നു നോക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളുകുടിച്ച് ജീവിച്ച എന്റെ പൊന്നുമോനെ, നിസ്കാരമില്ലാതെ ജീവിച്ച ചെറുപ്പക്കാരാ, പർദ്ദയില്ലാതെ ജീവിച്ച എന്റെ പെങ്ങള്, സന്ധ്യാസമയത്ത് TV സീരിയലിന്, സിനിമയ്ക്ക്, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി സമയം കൊടുത്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കയ്യിൽ തരികയാ. എന്നിട്ട് പറയുന്നു, നിന്റെ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്കുക, നിന്റെ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെയാ കിതാബ് ഇങ്ങനെ തുറക്കുകയാ. കുറ്റവാളികളായി നിന്ന് നമ്മൾ പൊട്ടിക്കരയുന്നു. കിതാബ്, അല്ലാഹുവേ, ഇതെന്ത് കിതാബാണ് അല്ലാ, ഇത് എന്തൊരു റിപ്പോർട്ടാണ് അല്ലാ. നീ അറിയില്ല എന്ന് കരുതിയതും നീ അറിഞ്ഞല്ലോ, ചെറുതെന്ന് ഞാൻ കരുതിയതുമൊക്കെ വലിയ കുറ്റങ്ങളാണല്ലോ. ആരാ പടച്ചവനെ ഇത് നിന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്തത്? പടച്ചവന്റെ പട്ടാളത്തെ ഒഴിവാക്കി ഒരു പ്രവർത്തനവും നടക്കില്ല പൊന്നുമക്കള്. ഒരു കാര്യവും ഒരു അക്ഷരം പോലും ഉരിയാടാൻ പറ്റില്ല. ആ കിതാബ് കണ്ട് പൊട്ടിക്കരയുന്നു. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ.
ചെയ്തതെല്ലാം അവിടെ റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞതെല്ലാം അവിടെ റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സാ. എന്നിട്ട് ആ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ നിന്ന് പൊട്ടിക്കരയുകയാ. യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ യാ ലൈതനീ ലം ഊത കിതാബിയാ. വേണ്ട പടച്ചവനെ, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാഹ്, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാഹ്. അല്ലാഹുവേ, എനിക്ക് നിന്റെ വിചാരണ നേരിടാൻ പറ്റില്ല. വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലോ. പടച്ചവന്റെ കോടതിയിൽ വധശിക്ഷയില്ല മക്കളെ. കരഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അതേ കോടതിയിലെ വിചാരണയൊക്കെ കഴിഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുവാൻ അല്ലാഹു സബാനിയാക്കൾ എന്ന പട്ടാളത്തെ വിളിക്കുകയാ. അടുത്ത പട്ടാളം സബാനിയാക്കൽ എന്ന് പറഞ്ഞാൽ ജയിൽ വാർഡൻസ്. വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് സെൻട്രൽ ജയിൽ, നരകത്തിലേക്ക്. അവിടെയാ പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് ശിക്ഷയുടെ കാലാവധി ഉണ്ടാവും. 50 വർഷം, 100 വർഷം, 500 വർഷം, 1000 വർഷം. ചിലർ കാലാകാലം അവിടെ തന്നെയാ. വധശിക്ഷ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. കൊല്ലില്ല, അവിടെ കൊല്ലാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ വധശിക്ഷ ഇപ്പൊ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്നൊരു സംഭവമാണ്. വധശിക്ഷക്കെതിരെ അപ്പീൽ കൊടുത്തപ്പോ പാതിരാത്രിയില് ആഭ്യന്തര വണ്ടിയും പിടിച്ചു പോയേക്ക ചീഫ് ജസ്റ്റിസിന്റെ വീട്ടില് രാത്രിയില്. അവിടെയൊക്കെ ഗൂഢാലോചന ചിന്തിച്ചുമൊക്കെ. ചീഫ് ജസ്റ്റിസ് പെട്ടെന്ന് ജഡ്ജിമാരെയൊക്കെ വിളിച്ചോടത്തി പാതിരാത്രി 2 മണിക്ക് ഇരുന്ന് ഒപ്പിടുക. ഒരാവശ്യമായിട്ട് ചെന്നാൽ ഇതൊക്കെ നടക്കുമോ? പറഞ്ഞ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാ. പക്ഷെ അള്ളാന്റെ കോടതി അങ്ങനൊന്നുമല്ല. കൃത്യമായ കണക്കെടുപ്പ്, കൃത്യമായ റിപ്പോർട്ടുകൾ ഹാജരാക്കി അള്ളാന്റെ പട്ടാളത്തിന്റെ അന്വേഷണത്തിൽ കള്ളമൊന്നുമില്ല. അതാ അള്ള പറയുന്നത്. വായിച്ചു നോക്കിക്കോണം. കള്ളക്കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പറയാം. കരിനിയമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വലായുലമൂനഫത്തില, ഒരാൾക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെടൂല. ഇതൊക്കെ അള്ളാന്റെ പട്ടാളത്തിനും പടച്ചോന്റെ കോടതിക്കേ പറയാൻ പറ്റുള്ളൂ. ആ കോടതിയെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ പട്ടാളത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ആ വിചാരണയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാലാകാലം സെൻട്രൽ ജയിലായ നരകത്തിലെ കിടന്ന് വെന്തുരുകേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചവന്റെ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ പട്ടാളം ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ വരാം. അറസ്റ്റ് വാറണ്ടുമായി അസ്റായീൽ അലൈഹിസ്സലാം വരും. അവിടെ നിന്ന് ഖബർ എന്ന ലോകപ്പിൽ കൊണ്ടുപോകും. അവിടെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലെ കസ്റ്റഡിയിൽ നമ്മെ ക്വസ്റ്റ്യൻ ചെയ്യും. അതിനുശേഷം ലോകപ്പ് മർദ്ദനത്തിന് വേണ്ടി പട്ടാളം വരും. അവിടെ നിന്ന് നമ്മളെ കോടതിയിൽ ഹാജരാക്കാൻ 2 പേര് വരും. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഹാജരാക്കും. അവിടെ വിചാരണ ചെയ്തിട്ട് നരകത്തിലേക്ക് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ, വലിച്ചടച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ദയാഹരജി സമർപ്പിക്കും. നരകത്തിലെ മെയിൻ വാഗ്ദനായ മാലിക് അലൈഹിസ്സലാമിനോട് പറയും, മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക, താങ്കളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുവോ? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, രക്ഷയില്ല. അല്ലാഹുവിനോട് പോയിട്ട് പറയും, ദയാഹരജി സമർപ്പിക്കും. പടച്ചവന്റെ മുന്നിൽ ദയാഹരജി സമർപ്പിക്കും. റബ്ബനാ, പടച്ചവനെ അഖ്രിജ്നാ മിൻഹാ, ഇവിടെ നിന്ന് ഞങ്ങൾക്കൊന്ന് മോചനം താ അല്ലാഹ്. ഈ നാരകീയ ശിക്ഷയിൽ ഞങ്ങളെ ഒന്ന് മാറ്റിത്തരുവോ പടച്ചവനെ? അള്ളാന്റെ മുന്നിൽ ദയാഹരജി സമർപ്പിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമുനി, ഒരക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത്, അവിടെ കിടന്നോളാൻ പറയും. ദുനിയാവിലെ നിയമങ്ങളൊക്കെ ലംഘിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ കരയാണോ? ഒരക്ഷരം മിണ്ടിപ്പോകരുത്, അവിടെ കിടന്നോളാൻ പറയും. പടച്ചവന്റെ കൽപ്പന വരും, അള്ളാഹുവിന്റെ കൽപ്പന വരും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും അവന്റെ പട്ടാളക്കാരെ വിളിക്കും, മലക്കുകളെ വിളിക്കും. എന്നിട്ട് മലക്കുകളോട് പറയും, മലക്കുകളെ വരിക, ഖുദൂഹു ഫഗുല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു.
മലക്കുകളെ വരിക, ഇവനെ കൊണ്ടുപോ, ഇവളെ കൊണ്ടുപോ. 70 മുഴം നീളമുള്ള ചങ്ങലകളിട്ട് കെട്ടി വലിയാൻ പറയും. കൊണ്ടുപോയി വരെ നരകത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയിട്ടേക്കാൻ പറയും. നരകത്തിന്റെ ഭയങ്കരമായ ശിക്ഷയെടുത്ത് ഇവരുടെ മേൽ തട്ടിക്കൊടുത്ത് ആ നരകത്തിൽ ഇവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറയും. പടച്ചവന്റെ പട്ടാളത്തോട് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പട്ടാളത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാവുക. അതിനാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് ജീവിച്ചാൽ ഈ പട്ടാളത്തിൽ നിന്ന് ക്രൂരമായ നടപടികൾക്ക് നമുക്ക് വിധേയരാകും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ നിയമ നടപടികളെ അംഗീകരിച്ച് നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിഥികളായിക്കൊണ്ട് നമുക്ക് പോകാം. നാഥനായ തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അതിമഹത്തായ ഒരു സന്ദേശം 2 ദിവസങ്ങളിലായി നിങ്ങളുടെ മുന്നിൽ പറയാൻ സാധിച്ചു. ഇത് ഒരു വാഴ് കേട്ട് ലാഘവത്തോടുകൂടി കൊള്ളാം മാർക്കൊക്കെ ഇട്ട അതിന്റെ ഒന്നും ആവശ്യം ആർക്കുമില്ല. അത് ഞാനും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ശേഷം വരുന്ന ബഹുമാന്യനായ നവാസ് മന്നാനി ആഗ്രഹിക്കും. മറിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇതിന്റെ പ്രവർത്തകരുടെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ആംബുലൻസ് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ അതിനു വേണ്ടി കൊടുക്കുന്ന ഓരോ നയാ പൈസയും ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി തന്നെയായിരിക്കും ചെലവഴിക്കുന്നത്. വേറെ ഒരു കാര്യത്തിൽ ഒരു ട്യൂബ് ലൈറ്റിന് പോലും നിങ്ങളുടെ പണം വേണ്ട. കാരണം എല്ലാം ഇതിന്റെ പ്രവർത്തകർ തന്നെ അൽഹംദുലില്ലാഹ് സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന 2 ദിവസങ്ങളിൽ നിങ്ങൾ സദസ്സിലേക്ക് വരുമ്പോൾ ഈ ആംബുലൻസിന് വേണ്ടി നമ്മൾ വീട്ടിൽ പോയിട്ട് ചിന്തിക്കുക, നാളെ അസ്റായിൽ വാറണ്ടുമായി വരുമ്പോൾ ആദ്യം പറയുന്ന പണം കൊടുക്കാന്ന. അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ കൊടുത്ത സജ്ജരായിരിക്കുവിൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരും ഇരിക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ദുആക്കളിൽ ഈ വിനീതിന് വേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. എന്റെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾക്ക് വേണ്ടിയിട്ടും എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. എവിടെ ഏത് നാട്ടിലും യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാനും സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ സത്യത്തിന്റെ പക്ഷം ചേരാനും എന്നാൽ കഴിയുന്ന രീതിയിൽ സത്യത്തിന് വേണ്ടി സംസാരിക്കുവാനും എല്ലായിടങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായവും കാവലും ഉണ്ടാകുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്.